സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ ഈ റമദാനിലും അങ്ങോട്ടും എനിക്കും നിങ്ങൾക്കും നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ, ബഹുമാനിയായ സയ്യിദ് ഫാറൂഖി ഉസ്താദ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂർ മൗലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല രണ്ടുപേർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നത്തെ വിഷയം ഇസ്ലാമിക് മെഡിസിൻ എന്ന വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിടുമ്പോൾ അല്ലാഹു മനുഷ്യന്മാരെ അന്ധകാരത്തിൽ തപ്പിത്തടിഞ്ഞ് നടക്കാൻ എന്ന് പറഞ്ഞില്ല, ആവശ്യമില്ല. അല്ലാഹു പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദം ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭൂമിയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ ഹുദ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ആരൊക്കെ ഈ ഹുദയെ പിൻപറ്റുന്നുവോ അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ടാവില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട. ഈ നിമിഷം വരെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം ഓർത്തിട്ട് ഞാനും നിങ്ങളും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നാളെ വരാൻ പോകുന്ന ഈ നിമിഷത്തിന് അങ്ങോട്ട് നടക്കുന്ന എന്ത് സംഭവം ആയിക്കോട്ടെ അതിനെപ്പറ്റി എനിക്കും നിങ്ങൾക്കും ഭയപ്പാടില്ല. നല്ലൊരു ആശ്വാസമുള്ളൊരു സന്തോഷമുള്ള ജീവിതം ഒരു മുസ്ലിമിന്. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാരെ അയച്ചു. എന്നാൽ ഇന്ന് നമ്മൾക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി ലോകത്തെവിടെയും കാണില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൊട്ടാരം നിങ്ങൾക്ക് എവിടെയും നോക്കിയാൽ കാണാൻ സാധിക്കില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുഹുഫുകളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലുകളൊന്നും ലോകത്തെവിടെയും കാണുകയില്ല. അതെല്ലാം അതാത് കാലഘട്ടത്തിലേക്ക് മനുഷ്യന്മാർക്ക് വേണ്ടി നിയോഗിച്ചത്. എന്നാൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പിച്ച് സംരക്ഷിച്ചു വെച്ച ഒരു മുഅ്ജിസത്ത് ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മുഅ്ജിസത്ത് അതെന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലാഫിദൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ അതിനെ സംരക്ഷണം ഏറ്റിട്ടുണ്ട്. നിങ്ങൾ ഖുർആനിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഖുർആൻ അൻസല എന്ന് വാക്ക് ഉപയോഗിച്ചു. ഇന്ന അൻസൽന, ഇറക്കി, ആകാശത്ത് നിന്ന് ഇറക്കി. രണ്ട് കാര്യങ്ങൾക്കാണ് ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മഴയാണ്, വെള്ളം. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഖുർആനാണ്. വെള്ളം എന്നുള്ളത് മനുഷ്യൻ്റെ ഭൗതിക എല്ലാ ആവശ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിൽ പോലും ശാസ്ത്രം പറയുന്നത് 60-70% വെള്ളമാണ്. എന്നാൽ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് വിജ്ഞാനം എന്നുള്ളത്. ഒരു വരണ്ട ഭൂമിയിൽ വെള്ളം കയറുമ്പോൾ അവിടെ ഒരുപാട് സസ്യങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങൾ, ഒരുപാട് മരങ്ങൾ, പച്ചപ്പ് വരുന്നു. അതേപോലെ തന്നെ ഒരു അന്ധകാരം, അജ്ഞതയുടെ അന്ധകാരത്തിൽ ഈ ഖുർആൻ ഇറങ്ങിയാൽ അവിടെ വിജ്ഞാനം, അറിവിൻ്റെ വെളിച്ചം വരും. ഖുർആൻ യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്കാണ് ഇറങ്ങേണ്ടത്. നമ്മുടെ മൊബൈലിലുള്ള പോക്കറ്റിലേക്ക് ഇടാനല്ലത്. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാവും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ. ഖുർആൻ ഒരു വിശാല സമുദ്രത്തെ പോലെയാണ് ഖുർആനുള്ളത്. ചിലവരതിൽ നിന്ന് മീൻ പിടിക്കും, ചിലവരതിങ്ങനെ നോക്കിക്കണ്ട് ആസ്വദിക്കും, കേട്ടിട്ട് ആസ്വദിക്കും. ചിലരത് നമ്മളെ കരേൻ്റെ അടുത്ത് പോയിട്ട് വെള്ളം വെച്ചിട്ട് കളിക്കും. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക്, മുഅ്മിൻ എന്ന നിലക്ക് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് സഹോദരന്മാരെ, ഇതിൽ നിന്ന് ഒരുപാട് മുത്തുകളുണ്ട്. ട്രഷേഴ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനം ഒരുപാടുണ്ടത്. അത് ഞാനും നിങ്ങളും കണ്ടെത്തണം. പറ്റും സഹോദരന്മാർ. ഞാൻ 1994 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറുന്നത്. അവിടെ നിന്ന് തൊട്ടാണ് ഖുർആൻ ക്ലാസ് കേട്ട് തുടങ്ങിയത്. ഞാനന്ന് ഓർത്തു പോകുന്നത് മർഹൂം കെ മുഹമ്മദ് സുല്ലമി റഹ്മഹുല്ല, റഹ്മാൻ റബ്ബ് അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ഖുർആൻ ക്ലാസ് എങ്ങനെ എടുത്തത് ചോദിച്ചാൽ, ഖുർആനിൽ വെറും പരലോകം, സ്വർഗം, നരകം എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല അദ്ദേഹം ക്ലാസ് എടുത്തത്. മറിച്ച് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഉള്ള ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും എടുത്ത് കാണിച്ച് പഠിപ്പിക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുമ്പം അദ്ദേഹം എംബ്രിയോളജി പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, വലിയ വിവരമുള്ള മനുഷ്യനായിരുന്നു. വത്തീരി വസ്സൈത്തൂൻ എന്ന് പറയുമ്പോൾ ഒലീവ് ഓയിലിനെ പറ്റി പറഞ്ഞു വരും.
ആകാശഭൂമികളെ പറ്റി പറയുമ്പോൾ ആസ്ട്രോണമി പഠിപ്പിച്ചിരുന്നു നമ്മൾക്ക്. ഇത് വല്ലാണ്ട് എന്നെ ആകർഷിച്ചു. ഖുർആൻ എന്താ കൂടി അറിയാത്തൊരു വ്യക്തിയായിരുന്നു 18 വയസ്സ് വരെ. ഈ ഒരു പഠന രീതി, അള്ളാഹുവിനെ അറിയാൻ, തിരിച്ചറിയാൻ ഈ ഒരു പഠന രീതി വല്ലാണ്ട് ആകർഷിച്ചു. ആ ഒരു ആകർഷണം ഇന്നും അൽഹംദുലില്ലാ മഞ്ചേരിയിലേക്ക് KSRTC ബസ് പോകുമ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. വലിയൊരു അത്ഭുതമാണ് സഹോദരന്മാർ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഫഷന്, നിങ്ങളുടെ വീക്ഷണത്തിലോട്ട് നിങ്ങൾ നോക്കിയാൽ ഒരുപാട് മുത്തുകൾ കണ്ടെത്താൻ പറ്റും. ഡോക്ടർ തെജാസൻ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം സൂറത്തു നിസായിലെ 56-ാമത്തെ വചനം, 56-ാമത്തെ വചനം സൂറത്തു നിസായിലെ കണ്ടിട്ട് അദ്ദേഹം പറയാണ്, അതിലെ വചനത്തിന് അർത്ഥം എങ്ങനെയാണ്? നരകത്തിലെറിയുമ്പോൾ അള്ളാഹു, നമ്മൾ കത്തിയെരിയുമ്പോൾ അള്ളാഹു വേറെ തൊലി വെച്ചരും. എനിക്കും നിങ്ങൾക്ക് വെന്തൊരുങ്ങുമ്പോൾ അള്ളാഹു ഒരു തൊലിയും കൂടി വെച്ചരും. യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം, തീ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദന അറിയില്ല. തീന്റെ ഒരു ശതമാനം നമ്മളെ തൊലി പോയി കഴിഞ്ഞാൽ വേദന അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നരകത്തിൽ ഒന്നും കൂടി തൊലി വെച്ചരും. സുബ്ഹാനല്ലാഹ്. സൂറത്തു നിസായിലെ 56-ാമത്തെ ആയത്ത് അദ്ദേഹം വലിയൊരു മെഡിക്കൽ കോൺഫറൻസിൽ പറഞ്ഞിട്ട്, ഇത് ഒരിക്കലും ഒരു മനുഷ്യന് എഴുതാൻ പറ്റിയ ഗ്രന്ഥമല്ല, മറിച്ച് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച പടച്ച റബ്ബ് ഏതൊരു ദൈവിക ശക്തിയിൽ നിന്ന് വന്ന ഗ്രന്ഥമാണ്. ഞാനിതാ വിശ്വസിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹോദരന്മാരാലോചിച്ച് നോക്കുക, ഒരു അമുസ്ലിമിന് ഒരു ആയത്ത് ആകർഷിച്ചിട്ട് മുസ്ലിം ആയിട്ടുണ്ട്. ഞാനും നിങ്ങളും കുറെ വർഷങ്ങളായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് എത്ര ആയത്തുകൾ നമ്മൾ ആകർഷിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. ആത്മാർത്ഥമായിട്ട് ഒരു ബിസിനസ്സുകാരൻ വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പഠിക്കുമ്പോൾ ആലോചിക്കണം. ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കണം. ഒരു വക്കീൽ നീതിശാസ്ത്രം, അള്ളാഹുവിന്റെ നീതിമാനാണ്, നീതിന്റെ ഒരു ഏറ്റവും വലിയ പര്യാണ്, നരകം എന്നത് നീതിയുടെ ഒരു ഭാഗമാണ് എന്ന് പഠിച്ചു നോക്കൂ സഹോദരന്മാരെ. ഖുർആൻ ആകർഷിക്കും ഉറപ്പ്. എന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ അത് ഇറങ്ങണം സഹോദരന്മാരെ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ നിന്ന് വരും, റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമ ദീനൻ വബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. വരും, മനസ്സിൽ നിന്ന് വരും. പടച്ചവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ റബ്ബായിട്ട്, ഇസ്ലാം ദീനായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനായിട്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല, നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിങ്ങൾ അയച്ചോക്കെ, എനിക്ക് ഒരു വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങൾ റംസാൻ 9 ഇന്ന് ഇതുവരെ 9 ജുസു പോലും ഓതാത്ത ആൾക്കാർ, ദയവ് ചെയ്ത്, വലിയ അപരാധമാണ്. നമ്മൾക്ക് ജൂദായിസം കടന്നുകൂടിയിട്ടുണ്ട് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ കേൾക്കുമ്പോൾ നെട്ടണ്ട, സ്വയം ഒന്ന് ആലോചിക്കുക. നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് ഇരുട്ടാക്കരുത് ഉമ്മത്ത്. 9-ാമത്തെ റമദാനായിട്ട് 9 ജുസും കൂടി ഓതാത്ത ആൾക്കാർ, നിങ്ങൾക്ക് ദയവ് ചെയ്ത് വേണം എണീറ്റ് പോയിട്ട് നിങ്ങൾ പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ല, പോയിട്ട് ഓതുക. അത് ഏറ്റവും വലിയ പുണ്യം. അതല്ല, നിങ്ങൾ അടുത്ത പ്രസംഗത്തിലേക്ക് വരുമ്പോഴെങ്കിൽ അടുത്ത ഇത്ര ജുസ് ഓതിയിരിക്കണം. ഞാൻ 9 എന്തുകൊണ്ട് പറഞ്ഞാൽ, എനിക്ക് പറ്റുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങളോട് അവകാശപ്പെടാൻ പാടുള്ളൂ. അതിനെക്കാട്ടി കൂടുതൽ ഓതുന്ന ആൾക്കാരുണ്ട്. അത്രയും പോലും നമ്മൾക്ക് ഖുർആനായിട്ട് ബന്ധമില്ല. ദയവ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഈ ഖുർആൻ എനിക്കെങ്കിലും ഉപകാരപ്പെടണം. അല്ലാത്തൊരു ദുരന്തമാണ്. നമ്മൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മൾ കൈ പിടിച്ച് നടക്കുന്ന, എനിക്ക് സ്വന്തം വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളും സഹോദരന്മാരെ? കന്നുകാലികളെ പോലെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിനെക്കാട്ടി മോശം. ഞാൻ അഴിച്ചുപോയി, പടച്ചവനെ, കന്നുകാലിനെ കാട്ടി മോശമാണോ ഞാനും നിങ്ങളും? അപ്പോഴെനിക്ക് കൂടിയത്, പടച്ച റബ്ബേ, കന്നുകാലിൽ ഇടുന്നുണ്ടല്ലോ ചാണകം, മരങ്ങൾക്ക് വളമായിട്ട് ഉപയോഗിക്കും. ഞാനും നിങ്ങളും ജനിക്കുന്നു, കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, അങ്ങ് മരിച്ചു പോകുന്നു, ആർക്കും ഗുണമില്ലാതെ മരിച്ചു പോകുന്നു, അവനവന് പോലും ഗുണമില്ലാതെ. ദയവ് ചെയ്ത് അങ്ങനെ ആവരുത്. ജീവിതം എന്ന് പറയുന്നത് സഹോദരന്മാരെ വളരെ കുറച്ചേ ഉള്ളൂ. അശിയത്തൻ ഔലുഹാഹ, പെട്ടെന്ന് തീർന്നു പോകും. അയ്യാമ മഅദൂദാത്ത് പറഞ്ഞ പെട്ടെന്ന് എണ്ണപ്പെട്ട ദിവസങ്ങൾ തീർന്നു പോകുന്നു. 3-ൽ റമദാൻ തീരാൻ പോകുന്നു, പെട്ടെന്ന് തീർന്നു പോകുന്നു സഹോദരന്മാരെ. ഈ പെട്ടെന്ന് എന്തുകൊണ്ട് തീർന്നു പോകുന്ന വെച്ചാലേ നമ്മൾ മനസ്സിലാക്കണം, അത് ഗഫലത്തുള്ളതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏത് രോഗികൾക്ക് ചോദിച്ചു നോക്കൂ, അവർക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നെന്ന് അവർ തോന്നില്ല. എനിക്കും നിങ്ങൾക്കും ഗഫലത്തിലാണ് ജീവിക്കുന്നത്, അശ്രദ്ധയായിട്ട് ബോധമില്ലാതെ ജീവിക്കുന്നു ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ജീവിതം പോകുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയാവരുത്. മരിക്കുന്നതിൻ്റെ ഉള്ള സഹോദരന്മാരെ, നമ്മൾ ആഖിറത്തിലേക്കാണ് പോകുന്നത്, പരലോകത്തിലേക്കാണ് ഞാനും നിങ്ങളൊക്കെ പോകുന്നത്, യാത്ര പോകുന്നത്. ഉറപ്പ്. കുറെ വർഷങ്ങളായി ഞാൻ ഇവിടെ മൊയ്തീൻ പള്ളി വന്ന് സംസാരിക്കുന്നു. ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അടുത്ത റമദാനിൽ ഉണ്ടാവുമോ ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ആഖിറത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾക്കും എനിക്കും നിങ്ങൾക്കും ആഖിറത്ത് ഒരു യക്കീൻ വന്നിട്ടില്ല നമ്മുടെ ഉമ്മത്തിന്. ആഖിറത്ത്, അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസമൊക്കെ ശരി, അത് അള്ളാഹ് ഉണ്ട്, അള്ളാഹിനെ മാത്രം ആരാധനയ്ക്ക് അർഹതയുള്ള എല്ലാം അറിയാം. പക്ഷെ പരലോകം, സ്വർഗം, നരകം, ഇത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യക്കീനായിട്ട് മാറിയിട്ടില്ല. എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഡിസിഷൻ ആഖിറത്തല്ല. നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം ആഖിറത്ത് മുന്നിൽ വെച്ചിട്ടല്ല ഞാനും നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ, സഹാബാക്കളുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടുണ്ടായിരുന്നു. അവർക്ക് നബി ഉണ്ടായിരുന്നു മുമ്പിൽ.
അവരുടെ ഹൃദയത്തിന്റെ അകക്കണ്ണുകൊണ്ട് ആഖിറത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് സഹാബാക്കൾക്ക്. എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ല. പറ്റുന്നില്ല എന്തുകൊണ്ട് സഹോദരൻ വെച്ച ഖുർആൻ ഓതാത്തോണ്ട്, പഠിക്കാത്തോണ്ട്, അത് വായിക്കാത്തോണ്ട്, അതിനർത്ഥം മനസ്സിലാക്കാത്തോണ്ട്. നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് അടുത്ത റമദാനാമത്തേക്കെങ്കിലും ഒരിക്കലെങ്കിലും തുടക്കം തൊട്ട് അവസാനം വരെ അർത്ഥസഹിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പരലോകം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്റെയും നിങ്ങളുടെയും ജീവിതം. നോക്കൂ, നിങ്ങൾ ഖുർആൻ ഏറ്റവും ആദ്യം ഇറങ്ങിയ വചനം ഇഖ്റ എന്നാണ്, വായിക്കുക, പഠിക്കുക. ആദ്യത്തെ 5 വചനത്തിൽ 2 പ്രാവശ്യം വായിക്കാൻ അള്ളാഹ് കൽപ്പിച്ചത്. പേന കൊണ്ട് പഠിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാത്ത കാര്യം അള്ളാഹു പഠിപ്പിച്ച് തരും. വായിക്കണം സഹോദരന്മാരെ. നമ്മൾക്ക് വായനാശീലമില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അള്ളാഹിനെ പറ്റി തിരിച്ചറിയണമെങ്കിൽ ആദ്യം അവനവനെ പറ്റി തിരിച്ചറിഞ്ഞാൽ മതി. മനുഷ്യനെ പറ്റി തിരിച്ചറിഞ്ഞാൽ അള്ളാഹിനെ തിരിച്ചറിയും സഹോദരന്മാരെ. ഞാൻ എവിടുന്ന് വന്നു, എന്റെ ജീവിത ലക്ഷ്യം എന്ത്? വെറുതെ ജീവിച്ചു പോകാനാണോ? പെട്ടെന്നൊരു ദിവസം മരിക്കും, ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു? ഈ ഒരു തിരിച്ചറിവ് വേണം ഈ സഹോദരൻ നമ്മളെപ്പറ്റി പഠിക്കാൻ അള്ളാഹ് പറഞ്ഞു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അള്ളാഹ് പറഞ്ഞു, നിന്നെ പറ്റി എന്നെ പഠിച്ചു നോക്ക്, അള്ളാഹിനെ തിരിച്ചറിയും സഹോദരന്മാരെ. ഒരു ഡോക്ടറിന്റെ വീക്ഷണത്തിലാണ് ഞാൻ ഖുർആൻ നോക്കിക്കാണുന്നത്. അതിൽ എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രം, പ്രസവം, മുലയൂട്ടൽ, യുവത്വം, രോഗങ്ങള്, ഉറക്കം, അൽസൈമസ്, മരണം, വാർദ്ധക്യം, ജനനം തൊട്ട് മരണം വരെ എല്ലാം ഖുർആനിലുണ്ട് സഹോദരന്മാരെ. സമയം പെട്ടെന്ന് ഞാൻ ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലെ ആദ്യത്തെ വചനം, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഒരു മനുഷ്യൻ പ്രസ്താവ്യമല്ലാത്തൊരു വസ്തുവായിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും 40 വർഷം മുമ്പ്, 60 വർഷം മുമ്പ് ഒന്നുമല്ല. നമ്മുടെ ഉമ്മാ ബാപ്പക്കും കൂടി നമ്മൾ ആരാ, നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പേരും കൂടി ഇല്ല. കൊല്ലങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടല്ലോ സഹോദരന്മാരെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞു, അലം യകു നുത്ഫതൻ മിൻ മനിയുംന. സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിന്റെ ഒരു കണമായിരുന്നില്ലേ ഞാനും നിങ്ങളും? സുബ്ഹാനല്ലാഹ്. ആലോചിക്കൂ സഹോദരന്മാരെ, നമ്മൾ വന്നത് സെമൽ 5 ml ഉള്ള സെമലിൽ നിന്ന് 40 മില്യൺ സ്പേംസിലെ ഒരു സ്പേം എന്നാണ് വന്നിരിക്കുന്നത്. അത്ഭുതമാണ് സഹോദരൻ, അത്ഭുതം. 40 മില്യൺ സ്പേംസിൽ ഒരു സ്പേം എന്നാണ് ഞാനും നിങ്ങളും ഇവിടെ ജനിച്ചു വരുന്ന ഒരു പുരുഷന്റെ അണ്ടത്തിൽ നിന്ന്, പുരുഷന് സ്ത്രീന്റെ അണ്ടത്തിൽ നിന്ന്. ആലോചിക്കുക, ഇന്നിപ്പോ വന്ധ്യത ആണുങ്ങൾക്ക് സ്പേം കൗണ്ട് കുറവാണെന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ? സ്പേം കൗണ്ട് കുറവെന്ന് പറയുന്നത് 0 20 മില്യണത്തേക്കിന് ആണുങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. വല്ലാത്തൊരു അത്ഭുതമാണ്. ഒറ്റൊന്ന് മതി, പക്ഷെ 20 മില്യൺ ആയിട്ട് പോലും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അല്ലാഹു അക്ബർ. അള്ളാഹു പറഞ്ഞു, ശ്രവിക്കപ്പെടുന്ന ഒരു കണമായിരുന്നില്ലേ? എനിക്കും നിങ്ങൾക്കും അഹങ്കരിക്കാൻ എന്ത് വകുപ്പുണ്ട് സഹോദരന്മാർ? ആലോചിക്കുക, ഞാനും നിങ്ങളും എന്ത് വകുപ്പ്? മ്ലേച്ഛമായ ഒട്ടിപ്പിടിക്കുന്ന നമുക്ക് അറുപ്പ് തോന്നുന്ന സെമനിൽ നിന്നാണ് ഞാനും നിങ്ങളൊക്കെ എണീറ്റ് നിൽക്കുന്ന സഹോദരന്മാരെ. ഇന്ന് ശാസ്ത്രം പറയുന്നത് എന്താ വെച്ചാലേ, ഒരു മനുഷ്യന്റെ ഒരു കോശമുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി ബാക്ടീരിയ ഉണ്ട് എന്റെ മേത്ത് 10 ഇരട്ടി ബാക്ടീരിയ ഉണ്ട്. ഞാൻ എന്ന് പോലും പറയാൻ ഒരു വകുപ്പ് എനിക്കും നിങ്ങൾക്കും ഇല്ല. നമ്മുടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബാക്ടീരിയകളാണ്. നടന്നു പോകുമ്പോൾ അതാ ഡോക്ടർ മുഹമ്മദ് ഷാനില്ല, ബാക്ടീരിയകൾ പോന്നു. അങ്ങനത്തെ ഒരു ജ്ഞാനാണ് സഹോദരന്മാർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം മണ്ണിൽ കുഴിച്ചിട്ടോളാൻ പറഞ്ഞത്. ബാക്ടീരിയ ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് നമ്മളെ മണ്ണായി തീരും. നമ്മളെ ആലോചിക്ക്, ഞാൻ എന്ന് ഒരിക്കലും ചിന്തിക്കരുത് സഹോദരന്മാരെ. അതിന് ഒരുപാട് സമ്പത്ത്, അധികാരം, പേര്, പ്രശസ്തി, വിജ്ഞാനം, ഇതൊക്കെയാണ് ഞാൻ എന്ന് ചിന്തിപ്പിക്കുന്നത്. ഒന്നിനും എനിക്കും നിങ്ങൾക്ക് കഴിവില്ല. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറ്റുന്നു സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് മനുഷ്യന്റെ ഡെവലപ്മെന്റ് ആലോചിക്കുക. അള്ളാഹു കൃത്യമായിട്ട് സൂറത്തുൽ മൂമിനൂനിലോട് പറയണ്ട, സുമ്മ ഖലഖനൽ നുത്ഫത ഫീ ഖരാരിൻ മക്കീൻ. ഭദ്രമായ സ്ഥലത്ത് ആ ബീജത്തെ വെച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സുമ്മ ഖലഖനൻ നുത്ഫത ഖലഖതൻ ഫഖലഖനൽ അലഖത മുൽഗതൻ ഫഖലഖനൽ മുൽഗത ഇലാമ. പദ്യ പോലെയാണ് സഹോദരന്മാരെ. ആലോചിക്ക്, ഇതൊക്കെ ഒന്ന് ഓതിയിട്ടുണ്ട് എപ്പോഴും മോമിനോനെ. എത്ര ഭംഗിയാണത്. അള്ളാഹ് പറഞ്ഞു, ആ ബീജത്തെ ഭ്രൂണമാക്കി, ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി, അത് അസ്ഥികൂടമാക്കി, അതിനുശേഷം മാംസം കൊണ്ട് പൊതിഞ്ഞു. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു അത്ഭുതമാണ് സഹോദരന്മാരെ. ഒരു ഭാഗത്ത് മെഡിസിനിലെ എംബ്രിയോളജിയും പഠിക്കുന്നു, ഒരു ഭാഗത്ത് ഖുർആനും പഠിക്കുമ്പോൾ സത്യമായിട്ട് നിങ്ങൾ അതിനെ ആകർഷിക്കണമായി പോവും. അത്ര ആകർഷിച്ചു പോവും. ഞാൻ ആലോചിച്ച് പോകണ്ട, പഠിച്ചോനെ, ഒരു ഡോക്ടർ, മുസ്ലിം അമുസ്ലിം ഡോക്ടർ, ഖുർആന്റെ തഫ്സീറുകൾ പരിഭാഷ വായിച്ചു പോയിട്ട് ഹിദായത്ത് കിട്ടാത്ത ഡോക്ടർ നരകത്തിന് അർഹനാണ് സഹോദരന്മാർ. എന്തുകൊണ്ട് വെച്ചാൽ കൃത്യമായിട്ട് എംബ്രിയോളജി നമുക്ക് പഠിപ്പിച്ചിരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. കൃത്യമായിട്ട് എംബ്രിയോളജി, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
വല്ലാത്തൊരു അത്ഭുതമാണ് സഹോദരന്മാരെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണമായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ സ്തുതിക്കാൻ വാക്കുകളില്ല. അല്ലാഹുവേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക് മാത്രം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത് അർശിഹി വമിദാദ കലിമാതിഹി. വാക്കുകളില്ല, വാക്കുകളില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ വാക്ക് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. തിലാവത്ത് സുജൂദ് നമ്മൾ നെറ്റി നിലത്ത് വെക്കുമ്പോൾ പറയുന്നത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫജഅൽനാഹു സമീഅൻ ബസീറ. നിങ്ങൾ നോക്ക്, ഖുർആനിൽ എല്ലാ സ്ഥലത്തും പറയുമ്പോൾ സമഅ ബസർ, കേൾവി കാഴ്ച, അങ്ങനെ പറഞ്ഞേ. ഖുർആനിൽ മാത്രമല്ല, ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാലും അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി. ഏറ്റവും ആദ്യം വരുന്നത് കേൾവിയാണ്, കേൾവി. അതുകൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വഴക്ക് കൂടരുത്, ഭർത്താവും ഭാര്യയും. ചീത്ത വാക്കുകൾ പറയരുത്, TV സീരിയലൊന്നും കാണരുത്, വേണ്ടാത്ത വൃത്തികെട്ട സീരിയൽ കണ്ടേ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് കുട്ടി കേൾക്കുന്നുണ്ട്, കുട്ടി വരുമ്പോൾ തന്നെ വൃത്തികെട്ട സാധനം കേട്ടിട്ടാ വരുന്നത്. ദയവ് ചെയ്താവരുത്. അതിന് പകരം നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, ഖുർആൻ ഓദിക്കോ. കുട്ടി കേൾക്കട്ടെ ജനിക്കുന്നതിന് മുമ്പ്. സമീഅൻ വബസീറ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 36-ാം അധ്യായം സൂറത്ത് യാസീൻ ഉണ്ട്, 36 അധ്യായത്തിലെ 36-ാമത്തെ വചനം. അതിൽ തന്നെ ഒരു എണ ചേരുന്നുണ്ട്, 36. എന്താ അല്ലാഹു പറഞ്ഞ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങളുടെ സസ്യങ്ങളിലും നിങ്ങളുടെ വർഗ്ഗങ്ങളും നിങ്ങൾ അറിയാത്ത എല്ലാറ്റിലും അള്ളാഹു ഇണകളായി ഉണ്ടാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, 36 അള്ളാഹു പറഞ്ഞൊരു വചനമാണ്. ഇണകളായിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് എനിക്ക് വല്ല വിഷമത്തോട് പറഞ്ഞ സഹോദരന്മാരെ, ഇന്ന് പോലും നമ്മുടെ മുസ്ലിം ഉമ്മത്തില് താടി വെച്ച പുരുഷന്മാരും പർദ്ദ ധരിച്ച സ്ത്രീകളും അബോർഷൻ ചെയ്യുന്നുണ്ട്. അബോർഷൻ, സ്ത്രീകളായാൽ അബോർഷൻ ചെയ്യും. നിങ്ങളെ കേട്ടുമ്പോൾ നെട്ടരുത്. ഞാനിപ്പം താടിയെ പർദ്ദയൊന്നല്ല സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നത്. ആരെങ്കിലും മനസ്സിലാക്കിക്കോളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. അള്ളാഹുവിന്റെ ചിഹ്നത്തെ അനാദരിക്കുകയും പുച്ഛിക്കുകയും കളിയാക്കുന്ന ചെയ്യുന്നവൻ കുഫ്റിലാണ്. പർദ്ദ അതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, അതിനെ പുച്ഛിക്കുന്നവൻ കുഫ്റിലാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് താടി വെച്ച മുസ്ലിം നാമധാരികൾ, പർദ്ദ ധരിച്ച സ്ത്രീ. നമ്മുടെയൊക്കെ താടി സഹോദരന്മാരെ അബൂജഹലിന്റെ അബൂലഹബിന്റെ താടിയാണ്. പർദ്ദ ധരിച്ച സ്ത്രീകളുടെ ഉമ്മു ജമീലുണ്ട്, അബൂലഹബിന്റെ ഭാര്യ. ക്ഷമിക്കണം, കേൾക്കുമ്പോൾ നെട്ടരുത്. എവിടുന്ന് സഹോദരന്മാര് ധൈര്യം വരുന്ന അബോർഷൻ ചെയ്യാൻ? എവിടുന്ന് ധൈര്യം വരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തക്വീറിൽ പറഞ്ഞു വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഹലോചോക്ക് സഹോദരന്മാർ, എവിടുന്നാണ് എനിക്ക് നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാൻ ധൈര്യം വരുന്നത്? ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ നടക്കുന്നുണ്ട് സഹോദരന്മാർ. ഒരു മനുഷ്യന്റെ രഹസ്യ ജീവിതം ഞാൻ നോക്കാറില്ല. പക്ഷെ ഒരു ഡോക്ടർ, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടറാണെന്ന് ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. പലരും അവരുടെ രഹസ്യം, അവരുടെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ അബോർഷൻ ചെയ്യുന്നു ഉമ്മത്ത്. എവിടുന്ന് ധൈര്യം? അടുത്ത് നമ്മുടെ ജീവനോടുള്ള കുട്ടികൾ അള്ളാഹു കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ നിങ്ങളുടെ കർമ്മഫലമാണ് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തക്വീറിൽ പറഞ്ഞതറിയോ? പറഞ്ഞു എന്താണ്? കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിനോട് ചോദിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചന സഹോദരന്മാരെ, ഞാനും നിങ്ങൾ നിസ്കരിക്കുന്ന ഇവിടെ ഇരിക്കുന്നൊക്കെ എന്തിനറിയോ? അള്ളാഹുവിന്റെ വജ്ഹ് കാണാനാണ്, അള്ളാഹുവിനെ നേരിട്ടൊന്ന് കാണാനാണ്. അള്ളാഹു എന്റെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കൂല. ഈ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിനെ ചോദിക്കും, മോളെ എന്ത് കുറ്റത്തിനാ നീ കുഴിച്ചു മൂടപ്പെട്ടത്? ആലോചിക്കൂ സഹോദരന്മാരെ. ഇന്ന് വല്ലാത്ത എന്റെ ഫത്വകളുണ്ട്. ചില പണ്ഡിതന്മാർ ഇന്ന് വല്ലാത്തൊരു ഡോക്ടർമാർക്ക് ചോദിക്കാതെ ഫത്വ കൊടുക്കുക. 40 ദിവസത്തിനുള്ളിൽ കുട്ടീനെ കൊല്ലാന്ന് പോലും, അതിന് പ്രശ്നമില്ലെന്ന്, റൂഹ് വന്നിട്ടില്ല. അതിങ്ങനെ സഹോദരന്മാരെ, ദയവ് ചെയ്ത് പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുമ്പോൾ ഡോക്ടറും കൂടി ഇരുത്തിയിട്ട് ഫത്വ കൊടുക്കണം. ഇന്നിപ്പം നമ്മൾക്കറിയില്ല, തുർക്കിയിൽ കണ്ടല്ലോ കലണ്ടർ നടത്തിയത്, ആസ്ട്രോണമിസ്റ്റ് അവരൊക്കെ വെച്ചിട്ട് വേണം ഫത്വ നടത്താൻ. അങ്ങനെയില്ല സഹോദരന്മാർ, കൊല്ലല്ല, അത് കൊലപാതകമാണ്. പിന്നെ പറഞ്ഞത് അംഗവൈകല്യം ഉണ്ടെങ്കിൽ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ കൊല്ലാൻ പറ്റുമോ? നമ്മുടെ ഗർഭപാത്രത്തിൽ അംഗവൈകല്യമുള്ള കുട്ടി കൊന്നേക്കാം. നമ്മുടെ മക്കൾ നാളെ പഠിച്ചറബ് കാത്തരക്ഷിക്കട്ടെ. ഏത് ആക്സിഡന്റ് ആയിട്ട് കയ്യും കാലും ഒടിഞ്ഞാൽ അവിടെ കിടപ്പില്ല, ഞാനും നിങ്ങൾ കൊല്ലുവോ? ഇല്ലല്ലോ, ഇല്ല സഹോദരന്മാരെ, കൊല്ലാൻ വകുപ്പില്ല. ഉമ്മയുടെ ജീവിതം, ഉമ്മക്ക് ഹാർട്ട് അസുഖമുണ്ട്, എന്തുണ്ട്, ഉമ്മ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാത്രമേ അബോർഷന് വകുപ്പുള്ളൂ. ശരി, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യ പ്ലാൻ ചെയ്യും. എനിക്കിവിടെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ അറിയില്ല. ദയവ് ചെയ്ത് നമ്മളെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, കല്യാണം കഴിഞ്ഞ ഉടനെ പ്ലാനിങ് പാടില്ല. അവർ ആദ്യത്തെ 1-2 വർഷം ഇങ്ങനെ പ്ലാനിങ്, എന്താ കുട്ടികളൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ജോളിയൊക്കെ ആക്കാം. അപ്പൊ 2 വർഷം ഒരു പ്ലാൻ ചെയ്യും, പിന്നെ അള്ള പ്ലാൻ ചെയ്യാൻ തുടങ്ങി. 3 വർഷം, 4 വർഷം, 5 വർഷം, കുഞ്ഞുങ്ങളാവുന്നില്ല നമ്മുടെ പെൺകുട്ടികൾക്ക്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ. അതേ മറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് സഹോദരന്മാരെ. ഒന്ന്
പെൺകുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ ആവാതാകുമ്പോൾ ദയവ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ദയവ് ചെയ്ത് ഒരുപാട് പാവം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഒരു 6 മാസം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസമേ ആവുള്ളൂ. 6 മാസത്തേക്കിന് ഉമ്മ ബുദ്ധിമുട്ടിക്കും, അമ്മായിമ്മ ബുദ്ധിമുട്ടിക്കും. അല്ലാ ആർക്കാ കുഴപ്പം, ഓക്കാനോ ഓണാണ്, ഓളെ മറ്റേ ഓൻ്റെ അക്കൗണ്ടിനാണോ കുറവില്ല, ഓക്കാണോ കുറവ്, നമുക്ക് ഈ സ്ഥലത്ത് പോകേണ്ട ആവശ്യം. വല്ലാത്ത ബുദ്ധിമുട്ട്. ഈ പെൺകുട്ടികൾക്ക് എവിടെയും കല്യാണത്തിന് കൂടി പോകാൻ പറ്റുന്നില്ല. ആലോചിച്ചൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായില്ലല്ലോ, ഇതുവരെ ആയിട്ടില്ല, 6 മാസം. ദയവ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥത ഉണ്ടെങ്കിൽ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് തേടാ, എന്റെ മോക്ക് കുഞ്ഞുണ്ടാവണേ. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് സഹോദരന്മാരെ സമൂഹത്തിൽ, വീട്ടിനുള്ളിൽ ദ്രോഹിക്കുന്നത് മറ്റു സ്ത്രീകൾ തന്നെയാണ്. വേറൊരു സ്ത്രീ അല്ലെങ്കിൽ അമ്മായിമായിരിക്കും, ഞാത്തൂനായിരിക്കും, ക്ഷമിക്കുന്നു സഹോദരന്മാരെ, അത് പർദ്ദ ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ മനസ്സ് സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് സ്ത്രീകൾ, കുട്ടികൾ, പെൺകുട്ടികളെന്ന് ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് നിങ്ങളോട് പെൺകുട്ടിയോടത്തൊക്കെ പറയാനുള്ളത്, ഇനി കുഞ്ഞുങ്ങൾ ആയിട്ടില്ലെങ്കിൽ, 1-2 വർഷമായിട്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പോയിട്ട് നോക്കുക, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുക. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ, ഭർത്താവിന്റെ കൗണ്ട് കുറവുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ചികിത്സിക്കരുത്. ഇന്ന് ഏറ്റവും വലിയ ഡോക്ടർമാരുടെ ഇടയിലുള്ളതാണ് ഇൻഫെർട്ടിലിറ്റി സെന്റർ. എത്രയാ ഇൻഫെർട്ടിലിറ്റി സെന്റർ വരുന്നത്, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നു. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. തഹജ്ജുദിന് എണീറ്റ് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക സഹോദരന്മാരെ, അള്ളാഹു തരും. എന്ത് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം. ഇന്നിപ്പോ വന്ധ്യതാ ക്ലിനിക്കിൽ ഒരുപാട് കൂടി വരുന്ന കാലഘട്ട സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം, ഈ കുട്ടികൾ എന്നുള്ളത് വെറും പരീക്ഷണമാണ്. ചിലർക്ക് കുറെ കൊടുത്തിട്ട് പരീക്ഷിക്കും, ചിലർക്ക് കൊടുക്കാതെ പരീക്ഷിക്കും. ഒരിക്കൽ ലെപ്രസി ഹോസ്പിറ്റലിൽ പോയപ്പോൾ, കുഷ്ഠരോഗ ആസ്പത്രിയിൽ പോയപ്പോൾ അവിടെ ഒരു ഉമ്മ പറയാം, എനിക്ക് 6 മക്കളുണ്ട് ഡോക്ടറെ, ഒറ്റൊന്നും ഇപ്പൊ ഇല്ല, എനിക്ക് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ എന്നെ അവിടെ ഇട്ടു. ഇതാണ് ദുനിയാവ് സഹോദരന്മാരെ. വളരെ വീമ്പളക്കാൻ ഇങ്ങനെ പറയാ, ഒന്ന് കാനഡയിൽ ഡോക്ടർ, ഒന്ന് യൂറോപ്പിൽ എഞ്ചിനീയർ, ഒന്ന് സിംഗപ്പൂരിൽ മറ്റേതൊക്കെ പറഞ്ഞു നടക്കുക സഹോദരന്മാരെ. ഒരു തലവേന വന്നാൽ ഒരു പാരസിറ്റമോൾ എടുത്തു കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് മക്കൾ അടുത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലെ സഹോദരന്മാരെ, അതുകൊണ്ട് മക്കളെ വീമ്പളിച്ച് 2-3 എന്തോ ആവട്ടെ, അള്ളാഹു കൊടുക്കുന്നതാണ്, അള്ളാഹു നൽകുന്നതാണ് സന്താനങ്ങളെ. ഞാനും നിങ്ങൾ തെറ്റിച്ചു പോയത്, ഞാനും ഭാര്യയും ബന്ധപ്പെട്ടാൽ ഉണ്ടാകുന്ന മാത്രമല്ല, നമ്മൾ എന്ത് കളിച്ചാലും അള്ളാഹു ഇടപെടണം അവിടെ. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നീണ്ട താടി വളരെ നീണ്ടുള്ള മനുഷ്യൻ എൻ്റെ അടുത്ത്, ഡോക്ടർ സിഹറിനൊക്കെ നിഷേധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഖുറാൻ കാണിച്ചു കൊടുത്ത് ഈ ആയത്തുള്ളതുകൊണ്ട് ഞാൻ നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ മേത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണും. അപ്പോൾ ചോദിച്ചു, എനിക്ക് എത്ര കുട്ടികളുണ്ട്? ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ 2 കുഞ്ഞുങ്ങളുണ്ട്. അതെന്താ ഡോക്ടറെ മൂന്നാമത്തതാവാത്തത്? എൻ്റെ അടുത്ത് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഒരു പുരുഷനായ എൻ്റെ അടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുന്നത് അതെന്താ, എന്ന് ഞാൻ അബോർഷൻ ചെയ്യുന്നുണ്ടോ, അല്ല ഞാൻ പ്ലാനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര ഒന്ന് ദുആയിരിക്ക് എനിക്ക് വേണ്ടി 3ാമത്തെ കുഞ്ഞാവാൻ. എങ്ങനത്തെ സമൂഹ സഹോദരന്മാരെ നമ്മുടെ സമൂഹം. മനസ്സ് സംസ്കരിക്കപ്പെടാതെ ഒരുപാട് താടിയും പർദ്ദയും ധരിച്ചാൽ അള്ളാഹ് കബൂലാക്കൂല സഹോദരന്മാരെ, മനസ്സിലാക്കിക്കോ. ദയവ് ചെയ്ത് ആരും ബുദ്ധിമുട്ടിക്കരുത്. പെൺകുട്ടികളെ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞാൽ കുട്ടിയായെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. ശരി, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. അവര് ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ടാണ് ഗർഭം ചുമക്കുന്നത്. നമ്മൾ യഥാർത്ഥം നമ്മുടെ ഉമ്മന്റെ പ്രാധാന്യം അറിയുന്നത് എൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോഴാണ്. അവരത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് സഹോദരന്മാരെ അവർ ഗർഭം ചുമക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്ക്, സൂറത്തുൽ മറിയമിൽ ഒരു വചനമുണ്ട്, 25ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്, നീ അവസാനത്തെ മാസം എത്തി പ്രസവത്തിന്റെ, നീ ഈന്തപ്പന ഒന്ന് കുലുക്കിക്കോളൂ. അത്ഭുതമാണ് സഹോദരന്മാരെ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പുരുഷ സ്പർശം തൊടാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ സൃഷ്ടിച്ചു മറിയം ബീവിന്റെ ഗർഭപാത്രത്തിൽ. അതേ അള്ളാഹ് ഈത്തപ്പഴം കൊടുക്കാൻ എന്ത് പണിയുണ്ടോ? ഒരു പണിയില്ലല്ലോ. അവിടെ ഭക്ഷണം എത്തിക്കാൻ അള്ളാഹ്ക്ക് വില പണിയുണ്ട്. പക്ഷെ ഇല്ല, അള്ളാഹ് പറഞ്ഞ എന്താണ്? അത് കുലുക്കിക്കോളൂ. ഇതാണ് മുസ്ലിങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് നമ്മുടെ വിശ്വാസമാണ്, അത് ദൃഢമായി ഞാൻ നിങ്ങൾ വിശ്വസിക്കണം. ഒരു പുരുഷ സ്പർശമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. എന്നാൽ അതേ അള്ളാഹു പറഞ്ഞു, നീ മരം കുലുക്കണം, പണിയെടുക്കണം, കർമ്മം ചെയ്യണം. വിശ്വാസം കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും വിജയിക്കുള്ളൂ. വിശ്വാസം ശുദ്ധം, കർമ്മം മോശമാണ്, നമ്മൾ തകരും. അതേപോലെ കർമ്മം ഭയങ്കര നല്ലതും, വിശ്വാസം മോശമാണ്, എന്നേക്കുമായിട്ട് നരകത്തിലാകും. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഈന്തപ്പന കുലുക്കിക്കോളൂ. ഈത്തപ്പഴത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട് സഹോദരന്മാരെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവസാനത്തെ ട്രൈമസ്റ്ററിൽ കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് പറയുന്നത് നമ്മുടെ പ്രസവം എളുപ്പാക്കും, ബ്ലീഡിങ് കുറയ്ക്കും,
BP കുറയ്ക്കും, വയറ്റിന് സുഖമായിട്ട് പോകും, അതുകൊണ്ട് പ്രസവം എളുപ്പം. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു സഹോദരന്മാരെ. ഇതൊക്കെ ശാസ്ത്രം ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നെറ്റിലേക്ക് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ തെളിവുകൾ കാണും. എന്നിട്ട് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവത്തെ പറ്റി പറഞ്ഞു സൂറത്തുൽ അബസയിലെ സുമ്മ സബീല യസ്സറ, വഴി എളുപ്പമാക്കി. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച സഹോദരന്മാരെ, പ്രസവം എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവമാണ്. ഇന്ന് നമ്മുടെ ഉമ്മത്തും മനുഷ്യന്മാരും അതിനെ പിടിച്ച് രോഗമാക്കി. ഇന്നിപ്പോ വലിയ സ്റ്റാറ്റസ് സിമ്പിളാ. സാധാരണ പ്രസവം നടക്കാൻ 50,000 രൂപ കൊടുത്തിട്ട് പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട്. ഞാൻ പേര് പറയുന്നില്ല, ഒരാളുടെ പേരും ഒന്നിന് പ്രസ്ഥാനത്തിന് ഒന്നും പേര് പറയുന്നില്ല സഹോദരന്മാരെ. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. 50,000 തൊട്ട് 1,00,000 കൊടുത്തിട്ടാണ് പ്രസവിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ 6ാമത്തെ മോന ഉമ്മന്റെ. എൻ്റെ എല്ലാവരും ഉമ്മ പ്രസവിച്ച വീട്ടിൽ നിന്നാ. നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നു, അതേപോലെ പ്രസവിക്കുന്നു. ഒന്നുമില്ല സഹോദരന്മാരെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ വന്ന് നോക്കുക. നമ്മള് അവിടെ തിരക്ക് ഡോക്ടറിനെ വിളിക്കുമ്പോഴത്തേക്ക് സ്ത്രീ അവിടെ പ്രസവിച്ചുണ്ടാവും. അല്ലാഹ് സുമ്മ സബീല യസ്സറ, എളുപ്പമാക്കി. നമ്മൾ അതിനെ കോംപ്ലിക്കേഷൻ ആക്കി. ഇപ്പത്തെ പെൺകുട്ടികളും ചിലപ്പോൾ അപകടമാണ്. ഓർക്ക് വേദന സഹിക്കണ്ട പറഞ്ഞ് സിസേറിയൻ ചെയ്യണം. വല്ലാത്തൊരു ദുരന്ത സഹോദരൻ. പെൺകുട്ടികളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ വെറുതെ തോന്നും സിസേറിയൻ ചെയ്താൽ പെട്ടെന്ന് കഴിച്ചില്ല. പിന്നെ 6 മാസം കഷ്ടം, ജീവിതകാലം മുഴുവൻ ഊരവേദന, മറ്റേ വേദന അതില്ല. മറ്റേ പ്രസവത്തിന്റെ ഒരു നല്ലൊരു വേദന ഉണ്ടാവും. അല്ലാഹു നിങ്ങൾ ഒരുപാട് പാപങ്ങൾ പൊറുക്കും. അത് കഴിഞ്ഞാൽ സുഖമായിട്ട് 2 ദിവസവും കഴിഞ്ഞിട്ട് എണീറ്റ് പണിയെടുക്കാം. അല്ലാഹ് എത്ര എളുപ്പത്തിലാക്കി സഹോദരന്മാരെ. നമ്മളെല്ലാത്തിനും പിടിച്ച് തലതിരിച്ചു. ദയവ് ചെയ്ത് ശ്രദ്ധിക്കാം. ഇനി പ്രസവം കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? വന്ന ഉടനെ നമ്മൾ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, മറ്റേ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം. ഇതൊക്കെ അഭിപ്രായ ഭിന്നത, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ശരി. അതിനുശേഷം എന്തെങ്കിലും മധുര കൊടുക്കാൻ പറഞ്ഞു. മധുരം, കുട്ടിക്ക് ഗ്ലൂക്കോസ് കുറവായിരിക്കും. അപ്പം ഈത്തപ്പഴം കാക്കിയിട്ടോ അല്ലെ തേനോ മറ്റോ കുട്ടീൻ്റെ വായിൽ വെച്ച് കൊടുക്കണം. പേരിടണം എന്ന് പറഞ്ഞു. പിന്നെ ചേലാകർമ്മം എത്രയും പെട്ടെന്ന് ചെയ്യണം. ചേലാകർമ്മം ആൺകുട്ടിയാണെങ്കിൽ ചേലാകർമ്മത്തിനെ പറ്റി ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനമുണ്ട്. കുട്ടിക്ക് ഇൻഫെക്ഷൻ തടയും, ഭാവിയിലുള്ള ക്യാൻസർ തടയും, ഭാവിയിലുള്ള ലൈംഗിക ആസ്വാദനം നന്നാവും. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് കഴിക്കുന്ന ഭാര്യമാർക്ക് പോലും സർവൈക്കൽ ക്യാൻസർ കുറയും. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അത്ഭുതമാണ്. വളരെ ശാസ്ത്രീയമായിട്ടാണ് അല്ലാഹു ഇതൊക്കെ അവതരിച്ചിരിക്കുന്നത്. ഇനി നോക്ക്, കുട്ടിക്ക് അക്കീക്ക, മുടി കളയണം. അക്കീക്ക എത്ര ആട്ടിനിറക്കണം? പുരുഷനും സ്ത്രീനും 1 ആട് മതിയോ, അല്ല പുരുഷന് 2 ആടോ, ഒരു സ്ത്രീക്ക് 1 ആടോ? ഇതൊക്കെ അഭിപ്രായ ഭിന്നതകളാണ്. നമ്മൾ ബഹുമാനിക്കണം. ഫിഖ്ഹിൽ ഇതിലൊക്കെ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ബഹുമാനിച്ച് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാം. ശരി. ഇനി മുലപ്പാലിനെ പറ്റി കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു, വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം മുലപ്പാൽ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ആലോചിക്കൂ സഹോദരന്മാരെ, 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾക്കിവിടെ ബ്രസ്റ്റ് ഫീഡിങ് വീക്ക്. വല്ലാത്തൊരു അനുഭവമാണ്. ബ്രസ്റ്റ് ഫീഡിനോട് ഒരുപാട് ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ തടയും, അവരുടെ ഇമ്മ്യൂണിറ്റി കൂടും, അവരുടെ പല്ലിന്റെ സ്ട്രെങ്ത് കൂടും, മദർ ബോണ്ട് ഉണ്ടാവും, സൈക്കോളജിക്കൽ ബോണ്ട് ഉമ്മയായിട്ട് പോരാ. ഉമ്മക്ക് പോലും ബ്രസ്റ്റ് ക്യാൻസർ തടയും മുലപ്പാൽ. അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു 2 വർഷം. വല്ലാത്തൊരു ഗ്രന്ഥമാണല്ലോ സഹോദരന്മാരെ. ഇതൊക്കെ ശാസ്ത്രീയ ഗ്രന്ഥമാണ് തോന്നിപ്പോകും ഒരു ഡോക്ടറിന്. അത്രമാത്രം ഒരു അത്ഭുതമായ ഒരു മുഅ്ജിസത്താണ് ഖുർആൻ. എന്നാൽ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഒരു വേറൊരു കൾച്ചർ വളർത്തുന്നത് എന്താ ചോദിച്ചാലേ, ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. വേണ്ടാത്ത ഫാസ്റ്റ് ഫുഡ് കയറ്റിയിട്ട് കുട്ടി ഗർഭിണികളായ പശുക്കളെ പോലെ നടക്കാനും പറ്റുന്നില്ല, കളിക്കാനും പറ്റില്ല. ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നൊരു അമാനത്താണ് ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചൊരു അമാനത്താണ്. അത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുണ്ട്. അതിനെ നശിപ്പിക്കലേ നിങ്ങൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ദീർഘായുസ് ലഭിക്കും സൽക്കർമ്മം ചെയ്തവരാരോ അവരാണ് ഉത്തമന്മാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഹിദായത്തിന് വേണ്ടി ശേഷം പ്രാർത്ഥിച്ചത് ആഫിയത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചു ഇന്ന്? നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി തന്നെ വിലയിരുത്ത് സഹോദരന്മാരെ. ഡെയിലി നമ്മൾ സ്വയം വിലയിരുത്ത്. നമ്മൾ ഒറ്റയ്ക്കല്ലേ ഖബറിൽ പോകുക? നിങ്ങളുടെ ഖബറിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, എന്റെ ഖബറിൽ നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല. ആലോചിച്ചു സഹോദരന്മാരെ, ഒറ്റയ്ക്ക് പോകുന്നത് നമ്മൾ പഠിക്കണം. ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ആഫിയത്തിന് സഹോദരന്മാരെ കൃത്യമായിട്ട് അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രാധാന്യം എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണങ്ങൾ. നിങ്ങൾ ആലോചിച്ചോക്കെ, എത്ര ഭംഗിയായിട്ട് അള്ളാഹു 2 വചനത്തിൽ പറഞ്ഞു. സൂറത്തു ത്വാഹ 81, ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീ, നിങ്ങൾ വിശിഷ്ടമായ നാം നൽകിയ ഭക്ഷണം കഴിച്ചോളൂ, പക്ഷേ വലാ തത്ഗൗ ഫീ, അതിൽ ലംഘിക്കരുത്. കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു പറയാ, നിങ്ങൾ അതിര് ലംഘിച്ചാൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടൂല സഹോദരന്മാരെ. എത്ര വലിയ പ്രാസംഗികനാവട്ടെ, എത്ര വലിയ പ്രസിഡന്റ് ആവട്ടെ, എന്നെയും നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല ദൂർത്തടിച്ച് ഭക്ഷണം കഴിച്ചാൽ.
വല്ലാത്തൊരു അത്ഭുതമാണ് സഹോദരൻ. റസൂൽ ആയിഷ പറയാണ്, നിങ്ങൾ അളന്നെടുക്കണം, അഭിവൃദ്ധി ഉണ്ടാവുമെന്നാണ്. അളന്നെടുക്കണം. ഇനി മുതൽ ഞാനും നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് എണ്ണി കഴിക്കും സഹോദരന്മാരെ. എണ്ണിയിട്ട് തന്നെ കഴിക്കും. ഇത് കഴിച്ചോണ്ടിരിക്കലല്ല ജീവിതം. ഭക്ഷണം കുറച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ തടിയും. വയറിലെ 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം ഭക്ഷണം, 1/3 ഭാഗം കാലിയായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് ഉള്ളപ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് വിശപ്പ് ബാക്കി നിൽക്കും. വല്ലാത്ത അത്ഭുത സഹോദരന്മാർ. അവർക്കൊന്നും രോഗം ഉണ്ടായില്ലല്ലോ. നമ്മൾക്കിന്ന് ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് മാത്രമാണ് സഹോദരന്മാർ രോഗങ്ങൾ വരുന്നത്. ഇന്ന് നോക്ക്, നമ്മുടെ നോമ്പ് തുറ പോലും ഞാൻ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞത്, ഈ 2ാം ഗേറ്റ് തുറന്ന പോലെ എല്ലാം അങ്ങ് പോകും നോമ്പിന്റെ. ഇത്രയും നേരം നേടിയെടുത്ത തക്കവ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാം നമ്മള്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഗ്യാസും മറ്റേ പ്രശ്നവും. എന്തൊരു സുഖമാണ് സഹോദരന്മാരെ. 2 നേരം ഭക്ഷണം കഴിച്ചു പോലെ എനിക്കും നിങ്ങൾക്കും ഇത്രയും നേരം ഇരിക്കാനും കേൾക്കാനും സംസാരിക്കാനുള്ള കരുത്തുണ്ട്. ആലോചിച്ച് നോക്കുക, 2 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. നമ്മൾ 3 നേരം കഴിച്ച് നമ്മുടെ ഭക്ഷണമൊക്കെ കൊളാക്കുക സഹോദരന്മാരെ. നമ്മുടെ കല്യാണത്തിന്റെ അവസ്ഥ എന്താണ്? കല്യാണം വൃത്തികെട്ട സമ്പത്തിന്റെ ദുർപ്രകടനമാണ് നമ്മുടെ കല്യാണം. എത്ര വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ, എത്ര ബെൻസ് കാർ വന്നു, എത്ര രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്. വളരെ ഒരു ദിവസത്തെ കല്യാണത്തിന് കോടികൾ പൊടിക്കുന്ന മനുഷ്യന്മാരെ ചിന്തിച്ചോ? 2 ദിവസം കഴിഞ്ഞിട്ട് മക്കൾ ഓടി മടങ്ങി ഡൈവോഴ്സ് ചെയ്ത് വരുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ഡൈവോഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. കാരണം ഞാനും നിങ്ങളും ചിന്തിക്കണം, അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ തുടക്കമാണ് ഞാനും നിങ്ങളും കല്യാണത്തിലൂടെ തുടങ്ങുന്നത്. അള്ളാനെ ഭയപ്പെടണം സഹോദരന്മാരെ. ഹൃദയം കൊണ്ട് ഭയപ്പെടണം. ഒരുപാട് ഖുർആനും ഒരുപാട് ഹദീസൊന്നും ആവശ്യമില്ല. ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ഒരു ഖുറാനിക വചനം അധികം പഠിച്ചിട്ടുണ്ടാവില്ല. യാസർ റളിയല്ലാഹു അൻഹു ഒരു ഖുറാനിക വചനം ഒരു ഹദീസും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ള ഭയമുണ്ട്, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം. നമ്മൾ കൊല്ലങ്ങളായി ജീവിക്കുന്ന ഭയമില്ല. ആയത്തും ഹദീസും കൊട്ടക്കണക്കിന് എൻ്റെ നിങ്ങളുടെ തലയിലുണ്ട്. ദയവ് ചെയ്ത് ഭയപ്പെടണം സഹോദരന്മാരെ. കല്യാണമൊക്കെ ലഘുവായിട്ട് അതിൽ അന്തസ്സുണ്ട്, അതിന് അള്ളാഹിന്റെ ഒരുപാട് ബർക്കത്തുണ്ടാവും. ഇനി ഇസ്ലാം നോക്കുക, ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഏറ്റവും വലുതാണ് ശുദ്ധിയായിരിക്കുക എന്നുള്ളത്. അത്തഹൂറു ശത്രുൽ ഈമാൻ. ശുദ്ധിയായിട്ട് ഇരിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം, നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ ടോയ്ലറ്റ്, നമ്മുടെ നാട് എല്ലാം ശുദ്ധിയുള്ളാവണം. അതിനുവേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നു. നോക്കുക, ഒന്ന് പറഞ്ഞു പല്ല് തേക്കാൻ പറഞ്ഞു. എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഓരോ നിമിഷം പല്ല് തേക്കാൻ, ഓരോ ഒന്നുവിന്റെ മുമ്പ് പല്ല് തേക്കാൻ. നിങ്ങൾ അയച്ചോക്ക്, ഈ സദസ്സിൽ നീ ഹദീസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഞാനും നിങ്ങളും രാവിലെ സ്വബൈ തൊട്ട് ഇതുവരെ എത്ര പ്രാവശ്യം പല്ല് വെച്ചിട്ടുണ്ടാവും? ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ വിലയിരുത്തുക. എപ്പോഴാണ് നമ്മൾ മാറുക? നമ്മൾ കേട്ടിട്ടുള്ള കേൾവിക്കാരായി പോയി നമ്മളെ. അതിങ്ങനെ കേട്ടിട്ടിരിക്കാന്നല്ലാണ്ട് മാറ്റമില്ല. ഇല്ല സഹോദരൻ, ദയവ് ചെയ്ത് ഞാൻ എൻ്റെ മക്കളെയും പോലും ഇപ്പം 3 പ്രാവശ്യം 4 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പല്ല് തേക്കാൻ പറയുന്നുണ്ട്. അതോടെ ഏറ്റവും വലിയ ഗുണം തരും, ഒരൊറ്റ ടോൺസിലൈറ്റിസ് ഇല്ല. അള്ളാഹുവാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾ അനുഭവം വെച്ച് പറയുന്നതാണ്. ഒരു ആന്റിബയോട്ടിക് കൊടുക്കണ്ട, ഒരു സാധനം കൊടുക്കണ്ട. 2-3 വർഷം ആന്റിബയോട്ടിക് ഒന്നുമില്ല മക്കൾക്ക്. എന്താണ്? ഇടക്കിടക്ക് പല്ല് തേപ്പിക്കണം സഹോദരന്മാരെ. ഒളു നമ്മൾക്കറിയാം, ഒളു നമ്മുടെ മുഖം മൂക്കിൽ കയറ്റി ചീറ്റുന്നു, ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ല, കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ല. അത്ഭുതമാണ് സഹോദരന്മാരെ ഒളു. അതേപോലെ നമ്മൾക്കറിയാം ഫിത്രന്റെ ഭാഗമായിട്ട് നമുക്കറിയാം നഖം വെട്ടണം, ചളി ഉണ്ടാകാൻ പാടില്ല. കക്ഷത്തിലെ ഗുഹ്യാവിന്റെ രോമം എടുത്തു മാറ്റണം. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, മഞ്ഞ നിറാവില്ല. ബനിയൻ മഞ്ഞ നിറാവില്ല, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ചേലാകർമ്മം ചെയ്യണം, ഫിത്രന്റെ ഭാഗമാണ്. കുളിക്കാൻ പറഞ്ഞു ജനാബത്തിന് ശേഷം. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കഴുകാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാർ, ഇതൊക്കെ 7-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ ഇതൊക്കെ. അന്ന് ബാക്ടീരിയയും വൈറസ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ശുദ്ധിയോട് ജീവിച്ചു. സഹാബാക്കൾ ഒരു രോഗമില്ലാതെ അവർ ജീവിച്ചു. ഈ ബാക്ടീരിയയും വൈറസൊക്കെ കണ്ടുപിടിക്കുന്ന 17, 18, 19-ാം നൂറ്റാണ്ടിലാണ്. ഇസ്ലാമിന്റെ ശുദ്ധിയായ കൺസെപ്റ്റ് കണ്ടിട്ടാണ് യൂറോപ്പ് സ്വീകരിച്ചത്. വൈറ്റ് ഹൗസിൽ ഏറ്റവും ആദ്യം ബാത്റൂം വരുന്നത് 1851-ലാണ്. നമ്മൾ ഇസ്ലാം ഇത്ര ശുദ്ധിയായിട്ട് കാണിച്ചു കൊടുത്ത സഹോദരന്മാരെ, എന്തുകൊണ്ട് നമ്മൾ മാറിപ്പോകുന്നത്? നിങ്ങൾ നോക്ക്, തുമ്മുമ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമുണ്ട്. തുമ്മുമ്പോൾ പോലും മുഖം പൊത്തണം, ഒരു ടവലെടുത്ത് പൊത്തണം. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു ഒരു ഇസ്ലാമാണ് സഹോദരങ്ങൾ. ആലോചിച്ച് നോക്കുക, ഇസ്ലാം പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പ്ലേഗ് ബാധിച്ച രാജ്യത്തേക്ക് നിങ്ങൾ പോകരുത്, പ്ലേഗ് ബാധിച്ചവർ അവിടെ തന്നെ നിൽക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇന്ന് പറയുന്നുണ്ട് പ്ലേഗ് ജിന്ന് ബാധയാണെന്ന് പറയുന്നുണ്ട്. ജിന്ന് ബാധയാണ് ഫലക്കുന്നാസ് ഓതിട്ട് സഹാബാക്കൾക്ക് പോയാൽ മതിയില്ലേ സഹോദരന്മാരെ? ഇത് ബാക്ടീരിയൽ തമ്മിൽ സ്പ്രെഡ് ചെയ്യുന്ന സാധനമാണ് പ്ലേഗ്. കണ്ടുപിടിച്ചു യെർസീനിയ പെസ്റ്റിസ് എന്ന് മെഡിക്കൽ അറിയാം. അതുകൊണ്ട് പ്ലേഗ് ബാധിച്ച രാജ്യത്തേക്ക് പോകരുത്. പ്രിവെൻഷന് വേണ്ടി ഇസ്ലാം ഒരുപാട് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി ഇസ്ലാമിക ഖുർആനിക സുന്നത്തിലുള്ള
ഭക്ഷണങ്ങളെ പറ്റി ഞാൻ ഓരോന്നോരോന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈത്തപ്പഴത്തെ പറ്റി ഞാൻ പറഞ്ഞു. പാലിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടമുള്ള പാനീയമാണ്, ഭക്ഷണമാണ് പാൻ. സ്ത്രീകൾ, ഗർഭിണികൾ, പ്രായമുള്ളവർ, കുട്ടികൾ എല്ലാവരും പാല് കുടിക്കണം. വല്ലാത്ത വിഷമ, പ്രായമുള്ള ആൾക്കാരൊക്കെ മസിൽ കോച്ചി പിടിക്കുന്നത്. അതിനുവേണ്ടി നമ്മളോട് മരുന്ന് എഴുതിപ്പിക്കുക. പാല് കുടിച്ചാൽ മതി സഹോദരന്മാരെ. പിന്നെ നോക്കുക, ബാർലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബാർലി ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. ബാർലി രോഗമുള്ളവർക്കറിയാം ബാർലി നല്ലതാണ്. വത്തീന് വസ്സൈത്തൂൻ, ഇറ്റലിയിലെ ഹാർട്ട് അറ്റാക്ക് കുറയാൻ കാരണം ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. BP കുറയും, ഹാർട്ട് അറ്റാക്ക് കുറയും ഒലീവ് ഓയിൽ. പക്ഷെ ഇവിടെ അത് വളരെ വില കൂടുതലാണ്. വത്തക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആണ്. സൂറത്തുൽ വാഖിയയില് ഫ്രൂട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തില് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ ഭക്ഷണ രീതി തെറ്റാണ്. നമ്മൾ പലപ്പോഴും ഡെസേർട്ടായിട്ട് ഭക്ഷണം കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിഞ്ഞ് അവസാനം തൊണ്ടയിലെത്തി പിന്നെ ഒരു വത്തക്കയും ഒരു പൈനാപ്പിളും കഴിക്കും. നേരെ മറിച്ചാണ് വേണ്ട. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നോക്കുക, നിങ്ങൾ ആദ്യം ഈത്തപ്പഴവും വെള്ളം കുടിച്ചതിന്റെ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത്. ശരീരത്തിന് അതാണ് നല്ലത്. ഉറുമാമ്പഴത്തെ പറ്റി പറഞ്ഞു. ഇപ്പോ ക്യാൻസർ രോഗിക്ക് പോലും പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന ഉറുമാമ്പഴം നിങ്ങൾ ജ്യൂസാക്കി കുടിച്ചോക്ക്, അവർ കുടിക്കും സഹോദരന്മാരെ. മത്സ്യത്തെ പറ്റി പറഞ്ഞു. രോഗിയായാൽ പോലും മത്സ്യം കഴിക്കാം, അതിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ബനാന, പഴം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്വർഗത്തിലെ പഴത്തിന്റെ ബനാനയാണ്. ഇത് നമ്മൾ കഴിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ സഹോദരന്മാരെ, അത് അതിലൊരുപാട് ഗുണമുണ്ട്. അതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. നിങ്ങൾ അത്താഴത്തിനൊരു പഴം പുഴുങ്ങി കഴിച്ചോക്ക്, ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്, ക്ഷീണം വരൂല. എന്റെ മക്കൾക്ക് നമ്മൾ പകുതിയാക്കിയിട്ട് 4 പേര് നമ്മൾ പഴം പുഴുങ്ങി കഴിക്കും. അതിൽ ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്, ഗുണം ചെയ്യും. തേനെ പറ്റി സൂറത്തുൽ 16 നഹ്ലിൽ 69 പറഞ്ഞു, ഷിഫാഉൻ ലിന്നാസ്. തേൻ നമ്മളിതൊക്കെ എത്ര നാളായി കേൾക്കുന്ന പഠിച്ചോനെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും റബ്ബിന്റെ മുമ്പിലെടുത്ത് എത്തുമ്പോഴത്തേക്ക് റബ്ബെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസമെങ്കിലും ചെയ്തിട്ടുണ്ടോ സഹോദരന്മാരെ? തേൻ വെള്ളത്തെ ആക്കി കൊടുത്താൽ ഓർമ്മശക്തി കിട്ടും, ഓർമ്മശക്തി വരും. അതുകൊണ്ടാണ് സഹോദരന്മാരെ സഹാബാക്കളൊക്കെ അവർ ഓർമ്മയിലേനു ഖുർആൻ നിർത്തിയത്. വലിയ വലിയ ഖുർആനും ഹദീസുകളൊക്കെ നമ്മൾ കൈമാറിയത് എഴുതിയിട്ടല്ല കൈമാറിയത്, മനസ്സിൽ നിന്ന് മനസ്സിലേക്കാണ് വന്നത്. ഓർമ്മശക്തി കൂടുമെന്നാണ് പറയുന്നത് 16:69. അതിന് തൊട്ടടുത്ത വചനം 16:70 പറഞ്ഞത് ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ അള്ളാഹ് നിങ്ങൾ എത്തിക്കുമെന്ന്. ഇന്ന് പറയുന്ന അൽസൈമേഴ്സ് ഡിസീസ്, ഓർമ്മക്കുറവ് അസുഖമുണ്ട്. ഇതിനൊക്കെ ഒരു ചികിത്സ, നിങ്ങൾ തേൻ ഒരുപാട് കുടിച്ചാൽ അൽസൈമേഴ്സ് ഡിസീസ് പ്രിവെന്റ് ചെയ്യുന്നെന്ന് ശാസ്ത്രം പറയുന്നു. എല്ലാത്തൊരു സങ്കട സഹോദരന്മാരെ. അമുസ്ലിങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ച് നമുക്ക് പറയും. നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ വില നമുക്ക് ആർക്കും അറിയാതെ അങ്ങ് മരിച്ചു പോവാ, മണ്ണായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരന്മാരെ. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾക്കറിയാം കരിഞ്ജീരകത്തെ പറ്റി പറഞ്ഞു, സംസംത്തിനെ പറ്റി പറഞ്ഞു. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉമ്മത്തിന്റെ പ്രശ്നം വെച്ചാൽ തീവ്രതയാണ് എല്ലാത്തിലും. തീവ്രത ഒന്നുകിൽ ഒരറ്റം അല്ലെങ്കിൽ മറ്റേ അറ്റം. മധ്യമ നിലപാടാണ്. ഉമ്മത്തൻ വസത്തിയത്തനാണ്. സംസം വെള്ളം ഇത് ഒരു സാധാരണ വെള്ളമല്ല സഹോദരൻ. അതിന് പുണ്യമുണ്ട്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, അല്ലാഹു ആഅലം. എന്നാൽ നേരെ മറിച്ച് ഇത് ഹാർട്ട് അറ്റാക്കിന് കുടിക്കാൻ പറ്റുമോ, ക്യാൻസറിന് കുടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് പണ്ഡിതന്മാരുടെ അടുത്ത്. അത് വലിയ അപകടമാണ്. ഒരൊറ്റ പണ്ഡിതനും പോലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ സംസം വെള്ളം കുടിച്ചിരിക്കില്ല. ഗ്യാരണ്ടി തരാം സഹോദരന്മാരെ. ഹാർട്ട് അറ്റാക്ക് മര്യാദയ്ക്ക് കാണാത്തോണ്ടേ പണ്ഡിതന്മാര് അത്രയും വേദന സഹിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ എടുത്തോടും. സംസം വെള്ളം കുടിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറഞ്ഞിട്ടില്ല. നബിക്ക് അസുഖം വന്നല്ലോ, അപ്പൊ സംസം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞോ? ഇല്ലല്ലോ സഹോദരന്മാരെ. അപ്പം തീവ്രത പാടില്ല സഹോദരൻ, തീവ്രത നമ്മൾക്ക് പാടില്ല. അതേ അവസ്ഥ സംസം വെള്ളത്തിന് അത്ര തന്നെ പുണ്യമുണ്ട്, അത് കുടിച്ചോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തറിയോ? അതിനുശേഷമുള്ള പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാ മിൻ കുല്ലി ദാ. ഷിഫ എന്ന് പറഞ്ഞത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഷിഫ പറയുന്നത് ഒരു ആരോഗ്യ ശമനം കിട്ടുന്ന ശേഷം കിട്ടുന്ന ഒരു ആഫ്യത്തിനാണ് ഷിഫ എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് തിബ് എന്ന് ഉപയോഗിക്കുക. തിബുൻ നബി, നബീന്റെ ചികിത്സാ രീതികൾ. സംസം വെള്ളം ധാരാളമായിട്ട് കുടിക്കണം, അതിന് അത്ര തന്നെ പുണ്യമുണ്ട് സഹോദരന്മാരെ. അതിനർത്ഥം രോഗം വന്നാൽ അത് മാത്രം കുടിച്ചിരിക്കണമെന്നില്ല, അതാരും ചെയ്യുന്നുമില്ല. പണ്ഡിതന്മാർ പറയാന്നല്ലാതെ എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തുന്നുമുണ്ട്. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാല്, ഞാനും എൻ്റെ മക്കളും അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം മക്കത്ത് ഉംറക്ക് പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾക്ക് ചെറിയ 5, 7 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അവർ ചെറിയ പ്രായത്തിലോട്ട് പോകാൻ തുടങ്ങിയിട്ട് അവിടെ പോകുമ്പോൾ നമ്മൾ 4 പേരും ഭാര്യയും നമ്മൾ ഒരുപാട് സംസം കുടിക്കും. അൽഹംദുലില്ലാഹ് എൻ്റെ മോന് ഒരുപാട് അജുവ വേണം, ഡേറ്റ്സ്. അത് കുറച്ച് വിലയാണ്, അത് മേടിച്ചു കൊടുക്കും. അത് തിന്നുകൊണ്ടിരിക്കും മോന്. എൻ്റെ മോക്ക് പാല്. അള്ളാഹുവാണ് സത്യം. ഈ 3 കൊല്ലം സഹോദരന്മാർ ഒരു ചുമയും ഒരു പനിയും ഒരു ജലദോഷം പോലും അള്ളാഹു വരുത്തിച്ചിട്ടില്ല. അതുകൊണ്ട് സംസം വെള്ളമൊക്കെ കുടിച്ചോളൂ, അതിൻ്റെതായ പുണ്യമുണ്ട് സഹോദരന്മാരെ. അതിനൊരിക്കലും നിസാരവൽക്കരിക്കരുത്. ശരി, ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമില് ഹറാമായ ഭക്ഷണം വിട്ടു നിൽക്കാൻ അള്ളാഹിന്റെ കൽപ്പനയുണ്ട്. നമ്മൾ ഒരു മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു തആല എന്നോടും നിങ്ങളോടും ആദ്യം കൽപ്പിച്ചൊരു കാര്യമുണ്ട് സഹോദരന്മാരെ. ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അല്ല അള്ളാഹ് ആദ്യം പറഞ്ഞത്.
മലക്കുകളെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു ഇസ്ജുദു ലി ആദമ, ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം കൊടുത്ത നിർദ്ദേശം വലാ തഖ്റബാ ഹാദിഹി ഷജറ, ചെയ്യരുത്. ഇത് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും അള്ളാഹു പറഞ്ഞ ഹറാമിയത്തിൽ നിന്ന് വിട്ടു നിന്നാൽ ഉറപ്പ് സഹോദരന്മാരെ സ്വർഗം കിട്ടും. ഇന്ന് മനുഷ്യന്റെ പ്രകൃതി എന്താ? ഹറാമ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും, പലിശ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നും, സദക്ക കൊടുക്കാൻ തയ്യാർ, ലക്ഷക്കണക്കിന് സദക്ക കൊടുക്കാൻ തയ്യാർ, ഇൻട്രസ്റ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ട്, സ്ത്രീധനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ട്, ഇൻകം ടാക്സ് കൊടുക്കാതെ ജനങ്ങൾ സർക്കാരിനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കും, എന്നിട്ടോ ലക്ഷക്കണക്കിന് സദക്ക നൽകാൻ തയ്യാർ. അങ്ങനെയല്ല വേണ്ടത്. ശുദ്ധമായ സമ്പത്തിൽ നിന്ന് സദക്ക കൊടുക്കണം, ശുദ്ധമായ, അതേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പം ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നമ്മുടെ പ്രധാന ദൗത്യം. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ എന്ന് പറഞ്ഞത്. ആദ്യം ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക സമൂഹമേ, ബാക്കി ഇല്ലല്ലാഹ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ശരി, എന്തൊക്കെയാണ് ഹറാമായ ഭക്ഷണം? ഹുരിമത് അലൈക്കുമുൽ മൈത്തതു വദമു ലഹ്മുൽ ഖിൻസീർ. നമ്മൾക്കറിയാം, ശവം നമ്മൾ തിന്നാറില്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം കുടിക്കാറില്ല, പന്നി മാംസം ഇവിടെ ആരും തിന്നാറില്ല. ശരി, ഇനി അള്ളാഹു ഹറാമാക്കിയൊരു സാധനം, അള്ളാഹു ഹറാമാക്കിയില്ലെങ്കിൽ പോലും ഇന്ന് ഹറാം ഒരു സാധനമുള്ളതാണ് സിഗരറ്റ്. സഹോദരന്മാരെ, സിഗരറ്റ്. അത് എത്രയോ ആൾക്കാർ, കുറെ ആൾക്കാർ ഇപ്പം തന്നെ മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ടാവും, നീ പെരുന്നാൾ കഴിയട്ടെ എന്നിട്ട് തുടങ്ങണം സിഗരറ്റ്. ഞാനല്ല പറഞ്ഞ സഹോദരന്മാരെ, പണ്ഡിതന്മാരുടെ ഇജ്മ ഉണ്ട്. 2 ആയത്തിന്റെ അടിസ്ഥാനം സൂറത്തു നിസായിലെ 29, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കൊല്ലരുത്. വലാ തുൽഖൂ ബി ഐദികും, സൂറത്തുൽ ബഖറ 195, നിങ്ങൾ നിങ്ങളെ നാശത്തിലാക്കരുത്. അതിന് പുറത്ത് എഴുതി വെച്ച സഹോദരന്മാരെ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്നിട്ട് എങ്ങനെ ധൈര്യം വരുന്ന എനിക്ക് നിങ്ങൾക്കും സിഗരറ്റ് വലിക്കാൻ? സിഗരറ്റ് വലിച്ച് 50-60 വയസ്സാകുമ്പോൾ ഒരുപാട് രോഗികളുണ്ട്. ഡോക്ടറെ കിടക്കുന്നു, ഡോക്ടറെ അത് മാറ്റിത്താ. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണ്ടേ? ഇത് ചിന്തിക്കണമായിരുന്നു 25 വയസ്സിൽ. അവിടെ ശിക്ഷ കിട്ടുമ്പോൾ അത് നമ്മൾ ചെയ്ത കർമ്മ ഫലമാണ് എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ദയവ് ചെയ്ത് സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും ഇവിടെ സദസ്സിലുണ്ടെങ്കിൽ നിയത്ത് ചെയ്യുക, അള്ളാഹുവിനോർത്ത് നിങ്ങൾ സിഗരറ്റ് ഒഴിവാക്കുക ഈ റമദാനോടെ. അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും സഹോദരന്മാരെ. ശരി, ഇനി നിങ്ങൾ നോക്കുക, ഉറക്കത്തെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട് ഇസ്ലാമിന്. ഇസ്ലാം ഏഷയ്ക്ക് ശേഷം അധികം സംസാരിച്ചിരിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ കിടന്നുറങ്ങണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ നിങ്ങൾ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. പ്രഭാതത്തിലെ ഖുർആൻ അള്ളാഹു സാക്ഷി നിർത്തും സഹോദരന്മാരെ. വീടുകളിൽ ഏറ്റവും രാവിലെ തുടങ്ങണം, വെളിച്ചം വരണം. എന്റെ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ രാത്രി ഇങ്ങനെ ഇരുന്ന് 12 മണി വരെ ഇരുന്ന് മൊബൈലും വാട്സാപ്പും ടി വി ഒക്കെ കണ്ട് രാവിലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങി 7-8 മണിക്കൊക്കെ സുബഹി നിസ്കരിക്കുന്ന വീടുകളിൽ നിങ്ങൾ എന്തുമാവട്ടെ സഹോദരന്മാരെ, അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെ ഉമ്മത്തിന് ഏറ്റവും പ്രഭാതത്തിൽ തുടങ്ങുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും. മക്കളെ, പഠിക്കുന്ന കുട്ടികൾ, എനിക്ക് വളരെ വിനീതമായിട്ട് പൊന്നാര മക്കളെ, നിങ്ങൾ രാവിലെ പഠിക്കി. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ജീവിതത്തിൽ ഇന്നേ വരെ ഉറക്കൊഴിച്ച് പഠിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. എല്ലാ ദിവസവും സുഖമായിട്ട് ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുക, സുബഹി നിസ്കരിക്കുക, ഖുർആൻ ഓതുക, എന്നിട്ടൊന്ന് പഠിക്കുക സഹോദരന്മാർ, അള്ളാഹിന്റെ അനുഗ്രഹം ഉണ്ടാവും. അതേപോലെ ഉച്ചക്കൊരു ചെറിയ മയക്കം, അതും ഇസ്ലാമികമാണ്. ശരി, ഇനി ഇപ്പോൾ അത് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വനുകല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഗുഹാവാസികൾ കുറെ നാൾ കിടത്തി ഉറക്കിയല്ലോ, അപ്പൊ അള്ളാഹു വലത്തോട്ടും ഇടത്തോട്ടും ചെരിച്ച് മാറ്റിക്കിടത്തി. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു നമ്മൾ കിടപ്പിലായ രോഗികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശ, അങ്ങനെ കിടക്കരുത്. ഒരു മനുഷ്യൻ 24 മണിക്കൂർ ഫ്ലാറ്റ് ആയിട്ട് കിടന്ന് അനക്കമില്ലാതെ കിടന്നാൽ നമ്മുടെ ചന്തിന്റെ ബാക്കിൽ തൊലി പോയി തുടങ്ങും, ബെഡ് സോർസ് വരും, വ്രണം വരും. അപ്പൊ എന്ത് വേണം? വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കണം. ഇതാര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു സഹോദരന്മാരെ. ഇനി നോക്ക്, പുഞ്ചിരി ഒരു സദക്കയാണ്. ഇന്ന് പറയുന്നത് പുഞ്ചിരിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് കുറവെന്ന് ശാസ്ത്രം, മെഡിക്കൽ ലോകം പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഓരോരോ ശാസ്ത്രീയമായ കണ്ടുപിടിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനക. ആലോചിച്ചോക്ക് സഹോദരന്മാരെ, അത്ഭുതമാണ് ഇത്. ഈ അടുത്തൊരു ഡോക്ടർ ഹെഗ്ഡെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, 70 വയസ്സായി. അദ്ദേഹത്തിന് 70 വയസ്സ് വരെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണ് പുഞ്ചിരിക്കണം, സദക്ക കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. ഞാൻ ആലോചിച്ച് പോയി, പടച്ചോനെ, എനിക്കും നിങ്ങൾക്കും ഈ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് എനിക്കും നിങ്ങൾക്കും ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ. വല്ലാത്തൊരു ബാക്ക്വേർഡായിട്ട് OBCN ആയിട്ട് ജീവിക്കുക സഹോദരന്മാർ. ദയവ് ചെയ്ത് നമ്മൾ മാറണം. ശരി, ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ പ്രകൃതി സംരക്ഷണം. യഥാർത്ഥത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മതപരമായ ബാധ്യതയാണ്. അത് നമ്മളെ ഏൽപ്പിച്ചൊരു അമാനത്താണ് സഹോദരന്മാര്.
ഒരു അമാനത്താണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നശിപ്പിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച് നിങ്ങൾക്കറിയാം എന്തൊരു ചൂടാണ്, എന്തൊരു ചൂട് സഹോദരന്മാരെ. മഞ്ചേരിയിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ, KSRTC മടങ്ങി വരുമ്പോൾ ഖുർആൻ ഓതാനും കൂടി പറ്റില്ല. രാവിലെ സ്വസ്ഥമായി നല്ല ഫ്രഷ് ആയിട്ട് ഓതിപ്പോവും. മടങ്ങി വരുമ്പോഴേക്ക് ഒന്നും തുടക്കാനും കൂടി പറ്റില്ല. അത്ര ക്ഷീണിതനായിട്ട് അവിടെ ഇങ്ങനെ ബസ്സിൽ കിടന്നു പോവും. വെള്ളം കുടിക്കും, അള്ളാഹിനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ദ്വാരക്കാനും കൂടി പറ്റില്ല. അത്രമാത്രം ചൂട്. എന്തുകൊണ്ട്? ആരാണ് കാരണക്കാരൻ? പിശാചും ജിന്നും സിഹറും കണ്ണീറും നല്ല സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിൽ പറഞ്ഞു, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ ഖസബത് ഐദിൻ നാസ്. എൻ്റെ നിങ്ങളുടെ കരങ്ങളാണ്, കൈകൾ. നമ്മളാണ് മരങ്ങളെ നശിപ്പിച്ചിട്ട് ഈ ഭൂമിയെ ചൂടാക്കുന്നത് സഹോദരന്മാരെ. അതോടെ തന്നെ എന്ത്, ഞാൻ വേഗം വീട്ടിന് ചുറ്റും ഒരു 4-5 മരം നട്ടത്. അറ്റ്ലീസ്റ്റ് ആലോചിച്ച്, കുറ്റബോധമുണ്ട് സഹോദരന്മാരെ. അല്ലാഹ് തരുന്ന ശിക്ഷയാണ് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് MGM പ്രവർത്തകർ ഒരു ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മരം നടാൻ വിളിച്ചു. അപ്പൊ ഞാൻ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയി മരം നടാൻ. അവിടെ പോയപ്പോൾ ഒരു കുറി തൊട്ട പോലീസ് ഓഫീസറാ. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. നിങ്ങൾ ഏത് സംഘടനയാണത്? അപ്പൊ ഞാൻ MGM ആണ്. അത്ഭുതമാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇതാണ് ഇനി സമൂഹം ചെയ്യേണ്ടത്. ഇതിനൊന്നും പുച്ഛിക്കരുത് സഹോദരന്മാർ, ദയവ് ചെയ്ത് പുച്ഛിക്കരുത്. അങ്ങനെ പുച്ഛിക്കുന്നത് മരം നടലോ? അങ്ങനെ ഇസ്ലാമിൽ ഒന്നും ചെറുതും വലുതുമില്ല. ഇസ്ലാമിന് എന്തൊരു ചെറിയ കർമ്മങ്ങളാട്ടെ, ഏറ്റവും നിഷ്കളങ്കമായ നിയത്തോടെ അത് ഏറ്റവും വലുതാകും. ഉറപ്പ്, തെളിവുണ്ട് സഹോദരന്മാരെ. ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടി, നിഷ്കളങ്കമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് വേണ്ടി ഓടി. ഖിയാമത്ത് നാൾ വല്ല പുരുഷന്മാരെ എല്ലാ പ്രവാചകന്മാരും പോലും ഉംറയും ഹജ്ജും സയ്യാണെങ്കിൽ ഓടണം. ചെറിയൊരു പ്രവർത്തന, നിഷ്കളങ്കമായ നീയത്താണ് ആവശ്യം. അപ്പൊ ഒന്നും ചെറുതും വലുതും ഇസ്ലാമില്ല സഹോദരൻ. മരം നടണം വീട്ടിലൊക്കെ. വേസ്റ്റ് റോട്ടിലേക്ക് എറിയരുത്. മരത്തിന്റെ അടിയിൽ മൂത്രമൊഴിക്കരുത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന. അന്ത്യനാളായില്ലെങ്കിൽ നീ ഒരു മരം നടുക. യുദ്ധത്തിന് പോകുമ്പോഴും നീ കൃഷി നശിപ്പിക്കരുത്. ഒരു പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ട് നരകത്തിലായി, ഒരു വെള്ളം കൊടുത്ത് ദാഹിച്ച പട്ടിക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് സ്വർഗത്തിലായി. ഇതൊക്കെ ഹദീസുകളുണ്ട് സഹോദരന്മാരെ. പ്രകൃതി ഒരു അമാനത്താണ്, നമ്മൾ സംരക്ഷിക്കണം. ഇനി നമ്മുടെ നോമ്പ്, സുബ്ഹാനല്ലാഹ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ തന്നെ മെഡിക്കൽ ടെർമിനോളജി. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും, നമ്മുടെ പോയ്സൺസ് നശിപ്പിക്കും, നമ്മുടെ ബോഡി ഒരു ഓവർഹോളിംഗ് ക്ലീനിങ് ഉണ്ടാകുന്നുണ്ട്, തടി കുറയ്ക്കും, ഗ്ലൂക്കോസ് കൺട്രോൾ ഉണ്ടാവും, അൽസൈമേഴ്സ് ഡിസീസ് കുറയ്ക്കും. സുബ്ഹാനല്ലാഹ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റ പോലെ ആവണം. നമ്മളെ പോലെ നമ്മൾ ഈ നോമ്പ് തൊറ പറയുന്ന ജമ്മാക്കൽ, അങ്ങനെ ആരോ പറഞ്ഞത്. അതായത് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ നാസ്തിയും ലഞ്ചും കൂടി ജമ്മാക്കിയിട്ട് ഇഫ്താറിന് തിന്നില്ല. അങ്ങനെയല്ല, ദയവ് ചെയ്ത് ഭക്ഷണമൊക്കെ കുറയ്ക്കുക. കുറച്ച് വെള്ളം, ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, ഒരു കടിയും കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ പോവുക, മടങ്ങി വരിക, ഒരു 3 പത്തിരിയും കറിയും കൂട്ടിയിട്ട് നിങ്ങളങ്ങ് കിടന്നുറങ്ങുക. രാവിലെ എണീറ്റിട്ട് ഇനി ഒരു പഴം പുഴുങ്ങിയതും 2-3 പത്തിരിയും വെച്ചിട്ട് കിടന്നുറങ്ങുക. സുഖം, ഒന്നും സംഭവിക്കില്ല. ഉറപ്പ് സഹോദരൻ, നിങ്ങൾ മരിച്ചു പോവില്ല. ഗ്യാരണ്ടി സഹോദരൻ, ഡോക്ടറാ പറയുന്നത്, ഉറപ്പ്. നിങ്ങൾ അങ്ങനെ ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച ദുനിയാവിൽ ആരും മരിക്കില്ല സഹോദരന്മാരെ. ഒന്ന് പരിശീലിച്ചു നോക്ക്. നമുക്ക് നമ്മുടെ മതം പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണ്ടേ നമ്മളത്. ദയവ് ചെയ്ത്. ശരി, ഇനി നിങ്ങൾ നോക്ക്, ലൈംഗിക ജീവിതത്തെ പറ്റി കൃത്യമായിട്ട് ഖുർആന്റെ നിർദ്ദേശങ്ങൾ. അള്ളാഹു പറഞ്ഞു, വലാ തഖ്റബു സിന, വ്യഭിചാരത്തോട് സമീപിക്കരുത്. അള്ളാഹു കുറെ സമീപിക്കരുത്, ചെയ്യരുതെന്നല്ല പറഞ്ഞത്. ആലോചിച്ചോക്കെ, ഇന്ന് എത്ര ഭംഗി ഇസ്ലാമിന്റെ ഓരോ കൽപ്പനകൾ. മാസക്കുളി ഉണ്ടാകുമ്പോൾ നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. സ്വവർഗരതി ഹറാമാക്കിയിട്ടുണ്ട്. പിൻദ്വാരത്തിലോട്ട് ബന്ധപ്പെടാൻ പാടില്ല. എൻ്റെ കുട്ടികൾ, എനിക്ക് നിങ്ങളോട്, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മൾ ഓരോരുത്തരും, എന്നോടും നിങ്ങളോട് പറയേണ്ടത്, ഇത് ഏറ്റവും വലിയ ജിഹാദ് നമ്മുടെ മക്കൾക്ക് എന്താ ചോദിച്ചാല്, അത് അവനവന്റെ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചിട്ടുള്ളൂ സഹോദരന്മാരെ. സുലൈഖ രാജ്ഞി. ഇന്ന് ഒരുപാട് രാജ്ഞികൾ എന്റെയും നിങ്ങളുടെയും മക്കളെ മുമ്പിൽ, കണ്ണിന്റെ മുമ്പിൽ മൊബൈലിലും ഇന്റർനെറ്റും ടാബ്ലറ്റിലൊക്കെ ഉണ്ട്. TV ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിക്ക് മൊബൈലും ഇതൊന്നും കൊടുക്കരുത് സഹോദരന്മാരെ. എത്ര കുട്ടികളാരോ സഹോദരന്മാര് വേണ്ടാത്ത വൃത്തികെട്ട കണ്ട് സ്വയം ഭോഗം ചെയ്തിട്ട് തലച്ചോറ് മരവിച്ചു പോകുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ലോകത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊന്ന് മാറണം സഹോദരൻ, നമ്മൾ മാറുക. കുട്ടിക്ക് കൊടുക്കരുത്. ഈ അടുത്തൊരു ഉമ്മ എൻ്റെ അടുത്ത്, എനിക്ക് ഞാനായിരിക്കും വളരെ അർത്ഥപൂർണ്ണമായിട്ടൊരു ഉമ്മ പറയാണ്, ഡോക്ടറെ, പണ്ടൊക്കെ മക്കള് വീട്ടിന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. മക്കൾ വീട്ടിലുണ്ടല്ലോ, ലാൻഡ് ലൈനിൽ ഫോണിൽ സംസാരിക്കും, പറയാം മക്കൾ സംസാരിച്ച്, ആരാ മോനെ സംസാരിച്ചത് അറിയാം, എത്ര മിനിറ്റ് സംസാരിച്ചല്ല അറിയാം. ഇന്നങ്ങനല്ല. മക്കൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നത് ഉമ്മക്കും പാപ്പക്കും വലിയ ഭയം. റൂമും പൂട്ടിയിട്ട് വേറൊരു ലോകത്തിലാണ് മക്കളുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. അത്ര വലിയ അപകടത്തിലോട്ടാണ്. അതുകൊണ്ട് ലൈംഗിക ജീവിതം മക്കളടുത്ത് പറയണം, മക്കൾ അങ്ങനത്തെ കൂട്ടുകെട്ട് പാടില്ല, സിനിമാ തിയേറ്ററിൽ പോകരുത്. ഇതൊക്കെ പറയാനുള്ള ആർജവമുള്ള മാതാപിതാക്കളായിട്ട് ഞാൻ നിങ്ങൾ മാറണം, നമ്മൾ മാറണം. നമ്മൾ വീട്ടിലെത്തണം മഗ്‌രിബാകുമ്പത്തേക്ക്, മക്കളെ കൂടെ ഭക്ഷണം കഴിക്കണം, മക്കളെ കൂടെ രാവിലെ സുബഹിക്ക് അങ്ങ് ഫജർ ജമാഅത്തിന് പോകണം. ഇതൊരു ശീലമാവണം.
ശീലമാവണം. പാളയത്തിൽ വന്ന് പ്രസംഗിച്ചിട്ട് ബാക്കിയുള്ളവർ നന്നാക്കലല്ല എന്റെ ജോലി. എന്റെ വീട്ടിൽ ആദ്യം നോക്കണം, എന്റെ മക്കളെ കാര്യം. അവിടെ രാവിലെ സ്വബഹിക്ക് ഒന്ന് എഴുന്നേക്കുക, മക്കളൊക്കെ വിളിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പോവുക. ഒരുമിച്ച് ഉണ്ടാവണം സഹോദരന്മാരെ. വൈകുന്നേരത്തേക്ക് വീട്ടിൽ വന്നിട്ട് മക്കളെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഏഷ്യക്ക് പോയിട്ട് അങ്ങ് കിടന്നുറങ്ങിക്കോളൂ. ശരി. അപ്പം ഇത്രയും കാര്യമാണ് ഇസ്ലാം ഒരു പ്രിവെന്റീവ് ആസ്പെക്ട്, നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇസ്ലാമിക ചികിത്സാ സംവിധാനങ്ങൾ കൂടി പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. സൂറത്ത് നിസായിലെ 79 മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. എന്തൊരു നന്മ ഉണ്ടായിക്കോട്ടെ സഹോദരന്മാരെ, അത് അള്ളാഹുവിൽ നിന്നാണ്. എന്ത് തിന്മ ബാധിക്കുന്നതോ അത് എന്റെയും നിങ്ങളുടെ കർമ്മഫല. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞാല്, ഇസ്ലാം വന്നത് നല്ല സ്വഭാവം പഠിപ്പിക്കാൻ, നല്ല ആരോഗ്യം നേടിയെടുക്കാൻ, നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു രാഷ്ട്രം, നല്ലൊരു സംവിധാനം, നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം വന്നിരിക്കുന്നത്. ഇസ്ലാം വന്നത് HIV-ന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടല്ല, തെറ്റിയിരിക്കരുത്. HIV എങ്ങനെ ചികിത്സിക്കണം ഇസ്ലാമിനുണ്ടോ? അല്ല, മറിച്ച് HIV ഉണ്ടാകാതിരിക്കാനുള്ള ലൈംഗിക സദാചാരങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഇസ്ലാം വന്നത്. മലേറിയയിലെ ചികിത്സക്ക് വേണ്ടിയിട്ടല്ല ഇസ്ലാം വന്നത്, മറിച്ച് കൊതുകൾ ഉണ്ടാകാതിരിക്കാൻ ശുദ്ധിയായിട്ട് നിൽക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം വന്നത്. ഇത് കൃത്യമായിട്ട് പറയുന്നു സഹോദരന്മാർ. എന്തുകൊണ്ടാ വെച്ചാൽ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മള് കാലം കഴിയുന്നവരും ഭൗതികമായിട്ട് നമ്മൾക്കൊക്കെ പുരോഗമനമുണ്ട് സഹോദരന്മാരെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിലാണ് തവാഫ് ചെയ്തത്. ഇന്ന് ഞാനും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ പ്ലെയിനിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അന്ന് വെറും ഈത്തപ്പഴാണ് ഫിത്ർ സക്കാത്ത് കൊടുത്ത്, ഇന്ന് ബിരിയാണിയാണ് കൊടുക്കുന്നത്. അന്ന് ഇലകളിലായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എഴുതിയത് ഖുർആൻ. ഇന്ന് എന്റെ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. നബി പോലും ഇന്ന് വന്നാൽ നെട്ടിപ്പോ, എന്തൊരു നല്ല ഉമ്മത്ത്, എല്ലാവരുടെയും പോക്കറ്റിൽ മൊബൈൽ ഖുർആൻ. വല്ലാത്ത അത്ഭുതം. നമ്മുടെ പോക്കറ്റുകളിലെ മൊബൈലുള്ളൂ, നമ്മുടെ നാവുകളിലും നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടില്ല. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പോക്കറ്റിൽ ഖുർആനില്ല, എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് സഹോദരന്മാർ. അതേ വ്യത്യാസം. അപ്പം ഭൗതികമായിട്ട് നമ്മൾ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇസ്ലാം വളരെ സയന്റിഫിക്, ഭയങ്കര പെർഫെക്റ്റ് റിലീജിയനാണ്, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ച റിലീജിയനാണ് സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം, മതപരമായിട്ട് ഇസ്ലാം ജബലുൻ നൂറിൽ ഇഖ്റ എന്ന് ഇറങ്ങിയോ, ജബലുർ റഹ്മിന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം ഇറങ്ങിയോ, ഇതിന് നടയിലിറങ്ങിയ എല്ലാ മതപരമായ കാര്യത്തിൽ ഇസ്ലാം കഴിഞ്ഞു സഹോദരന്മാരെ. മതപരമായ കാര്യം ഒരു സാധനം കൂട്ടിച്ചേർത്താനും പാടില്ല, ഒരു സാധനം കുറയ്ക്കാനും പറ്റില്ല. റിലീജിയൻ ഇസ് പെർഫെക്റ്റ്. എന്നാൽ ഭൗതികമായിട്ട് നമ്മൾ ഉയരണം സഹോദരന്മാർ. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാലേ, ഇന്ന് മെഡിക്കൽ സയൻസ് ഒരുപാട് പുരോഗമിക്കുകയാണ്. റോബോട്ടിക് സർജറി വരുന്നുണ്ട്. അതായത് മനുഷ്യന്മാരൊന്നും ചെയ്യില്ല, റോബോട്ട് ചെയ്യും സർജറി. ഒരു മാനസിക രോഗത്തിന് ഇന്ന് കെമിക്കൽസ് ഐഡന്റിഫൈ ചെയ്യുക. ഈ കെമിക്കൽസിന്റെ ചെറുതും വലുതായും കൊണ്ടാണ് മാനസിക രോഗം ഉണ്ടാകുന്ന ഒരു വശത്ത് പറയുമ്പോൾ, നമ്മുടെ ചില പണ്ഡിതന്മാരനെ ഇത് കണ്ണേറും സിഹിറും പിശാച് ബാധയൊക്കെ ആയിട്ട് ഏറ്റെടുത്ത് തുടങ്ങി സഹോദരന്മാരെ. വല്ലാത്തൊരു ദുരന്തമാണ്. ഞാൻ പറയാം, 6 ഈമാൻകാരിയേ ഉള്ളൂ, 6 ഈമാൻകാര്യം. എന്നാൽ ഇന്നിപ്പോ ചില മൗല്യന്മാര് 7, 8, 9 എന്താ അറിയോ, ഒന്ന് പിശാച് ബാധ, ഒന്ന് കണ്ണേറ് ഫലിക്കും, ഒന്ന് സിഹിർ ഫലിക്കും. ഇത് 3 വിശ്വസിച്ചാൽ മാത്രമേ മുസ്ലിം ആവുന്ന ചിലവരുടെ വാദം. ആലോചിച്ചോക്ക് സഹോദരന്മാർ. സൂറത്ത് ജിന്ന് പറഞ്ഞ സൂറത്തുണ്ട്, 72ാമത്തെ സൂറത്തിലെ 72ാമത്തെ സൂറത്ത്. അതിൽ 28 വചനങ്ങൾ. ഒന്ന് പോയിട്ട് നോക്കുക, പരതി നോക്കുക. ഖുർആൻ 28 ആയത്തുകളുണ്ട്. അതിലൊരൊറ്റ സ്ഥലത്ത് പോലും പിശാച് ബാധ എന്ന് പറയുന്നില്ല സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ സംവിധാനമാണ് കുരിശ് കാണിച്ചിട്ട് പിശാചിനെ അടിച്ചിറക്കുക എന്നുള്ള സംവിധാനം. അവർ അന്തസ്സോടെ ക്രിസ്ത്യൻ കോളേജിൽ കാണിച്ചു തരും. വേണി പോയി നോക്കൂ സഹോദരന്മാരെ. ക്രിസ്തീയ സമൂഹത്തിൽ നിന്നുണ്ടായൊരു വിശ്വാസമാണ് കുരിശ് കാണിച്ചിട്ട് പിശാചിനെ ആട്ടി ഓടിക്കാൻ. എന്നാൽ ആ ക്രിസ്തീയ സംവിധാനത്തിലെ ബൈബിളിന്റെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം അള്ളാഹു അവതരിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുന്ന മൂജിസത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക ഖുർആൻ. ആ മൂജിസത്തിൽ എന്തൊക്കെയാണ് സഹോദരന്മാരെ? ഒന്ന്, അന്ധന് കാഴ്ച നൽകും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. കുഷ്ഠരോഗികളുടെ അസുഖം മാറ്റും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. മരിച്ചവരെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിക്കും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. എവിടെ പോലും ഖുർആനിലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂജിസത്തായിട്ട് പിശാചിനെ അടിച്ചടക്കുന്നത് എവിടെയും ഖുർആൻ ഇല്ല സഹോദരന്മാരെ. ബൈബിൾ ഒരുപാട് ജനങ്ങൾ മാറ്റിയപ്പോൾ ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. അവിടെ എവിടെയും പിശാച് അടിച്ചെറുക്കുന്നത് എവിടെയുമില്ല. പിന്നെ ഡോക്ടറിന് വിവരമില്ലാത്തതുകൊണ്ടല്ലോ സഹോദരന്മാരെ. പിന്നെ പിശാച് ബാധ എന്ന വാക്ക് എവിടെയും ഖുർആൻ ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പലിശ തിന്നുന്നവൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ സദസ്സിൽ ഉറപ്പ് സഹോദരന്മാരെ, പലിശ തിന്നുന്ന മനുഷ്യന്മാരുണ്ടാവും. ഈ പലിശ തിന്നുന്ന മനുഷ്യന് പിശാച് ഇറക്കിയിട്ട് പലിശ തിന്നാതാക്കണം. അമലു ഷെയ്ത്താൻ എന്ന് പറഞ്ഞ കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പുറത്ത്.
അവരുടെ കള്ളുകൂടി നിർത്താൻ പറ്റണം, പിശാചിനെ അടിച്ചിറക്കിയിട്ട് നടക്കുന്നില്ലല്ലോ സഹോദരന്മാരെ. ദയവ് ചെയ്ത് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, അല്ല കൃത്യമായിട്ട് ഒന്ന് ഉസ്വാസ് ഉണ്ടാക്കി തരും. പിശാചിനെ ഏറ്റെടുത്ത് സമ്മതിച്ചു. കാനലി അലൈക്കും മിൻ സുൽത്താൻ, സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനം. കൃത്യമായിട്ട് പിശാചിനെ ഏറ്റെടുത്ത് എനിക്ക് ഒന്നിനും കഴിവില്ല, നിന്റെ മേത്ത് ഒരു അധികാരമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലൽ വസ്വസതി. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു കസീറിലുള്ളതാണ്. ഫലക്കുന്നാസ് ഓതിയാ കാണാം. നിങ്ങൾക്ക് നെറ്റിലുണ്ട് സഹോദരന്മാർ, ഇബ്നു കസീറിന്റെ തഫ്സീറൊക്കെ ഉണ്ട്. അതെടുത്ത് ഫലക്കുന്നാസ് നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ലാഹു സ്തുതി, നിനക്ക് സ്തുതി, പിശാചിന്റെ കുതന്ത്രം വെറും ഒരു വസ്വാസം മാത്രമാക്കിയിട്ട്. അത്ര അതിന് കഴിവുള്ളൂ സഹോദരന്മാരെ, അല്ലാണ്ട് വേറെ ഒരു വസ്തുമില്ല സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ രോഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തിന്റെ ഭാഗം വിശ്വാസികൾക്ക് കൊടുക്കുന്നതാണ്. അതോടെ രോഗം കൊണ്ട് നമ്മൾ എന്താവും, നമ്മുടെ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടും, ഈമാനികമായ ഉയർച്ചയുണ്ടാവും. രോഗം വരുമ്പോൾ ആൾക്കാർ കണ്ടില്ലേ, നിസ്കാരം തുടങ്ങും, ജമാഅത്ത് തുടങ്ങും, തഹജ്ജുദ് തുടങ്ങും, ഹജ്ജിന് പോകും. രോഗം പറഞ്ഞ അള്ളാഹിന്റെ ഒരു പരീക്ഷണം എന്ന് മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ അള്ളാഹു നൽകുന്നത്. ഇനി ഖുർആനിൽ അങ്ങനത്തെ വാക്കുണ്ടോ നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അള്ളാഹു ഈ ഖുർആൻ ഷിഫയാണ് സഹോദരന്മാരെ, ചികിത്സയല്ല, ഷിഫയാണ് ഈ ഖുർആൻ. അത് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യൂനുസിലും പറഞ്ഞു, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. എന്റെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കുറേ രോഗങ്ങളുണ്ട്. കാപട്യം, അസൂയ, ഷിർക്ക്, കുഫ്ർ, അഹങ്കാരം, നിഫാഖ്, ഇങ്ങനെ ഒരുപാട് ഹൃദ്രോഗങ്ങളുണ്ട് സഹോദരന്മാരെ. ഇതിനെ ചികിത്സിക്കാനാണ് ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് രോഗങ്ങൾ ചികിത്സിക്കാനല്ല പറഞ്ഞത്. ഇത് ഒരു അനുഭവം, കുറെ അനുഭവങ്ങളുണ്ട്. കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. ഒരിക്കലൊരു പ്രാസംഗികൻ, ആ പ്രാസംഗികൻ ഭയങ്കര പ്രസംഗം, തീവ്ര പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ കിടപ്പിലാണ്. ഉമ്മ കിടപ്പില് ഉമ്മ കിടപ്പിലായ രോഗിയെ നോക്കാൻ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ എന്നെ കാറും കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി. ഉമ്മ പാവം കിടപ്പിലാണ്. അപ്പൊ ഉമ്മ കിടപ്പിലായിട്ട് ഞാനും അദ്ദേഹം കൂടി, വലിയ പ്രാസംഗികനാ, അതിനുള്ള പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം നമ്മൾ രണ്ടാളും എണീറ്റ് ഇരുത്തി എൻ്റെ ഉമ്മനെ കുറെ ഉപദേശിച്ച് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. എന്നിട്ട് അദ്ദേഹം മടങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഡോക്ടറെ എന്റെ പ്രസംഗം കേട്ടിട്ട് ഏതോ തളർന്നു കിടക്കുന്ന ചെക്കന്റെ കൈകൾ അഴുകി തുടങ്ങി പോലും. അഹല് നഷ്ടപ്പെട്ടു പോയി ഉമ്മത്തിന്. ആലോചിച്ചൊക്കെ സഹോദരന്മാരെ, ഇദ്ദേഹത്തിന്റെ ഉമ്മനെ ചികിത്സിക്കാൻ ഡോക്ടർ എന്നുള്ളക്ക് കാറും കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം മറ്റേതോ തളർന്നു കിടക്കുന്ന കൈകൾ അഴുകി തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് അതേ പ്രസംഗം ഉമ്മനെ കേൾപ്പിച്ചു കൊടുത്തോടെ. എനിക്ക് പറയണ്ടേ, ചിലപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തളർന്ന് കഴിയുന്ന കൈ പോലും അടിക്കും, അങ്ങനത്തെ പ്രസംഗ. മറ്റുള്ളവരെ ഷിർക്കും കുഫറും മറ്റുള്ള ഹദീസ് നിഷേധി വിളിക്കുന്നത്. ആലോചിച്ചൊക്കെ സഹോദരൻ, വല്ലാത്തൊരു ദുരന്തമാണ്. എന്നെ ഒരിക്കൽ എനിക്ക് മരണം ബാധിച്ച് എനിക്ക് ചികിത്സിക്കാൻ വന്ന മനുഷ്യനുണ്ട്. എല്ലാം തലയിൽ എന്തൊക്കെയോ പിടിച്ച് ഊതിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഉണ്ട് പൈൽസ് രോഗമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. പൈൽസ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പഠിച്ചു അതേ ഹദീസ് അദ്ദേഹത്തിന് വേറെ എവിടെ ഊതിക്കൂടെ? ആലോചിച്ചോക്ക്, വല്ലാത്തൊരു ലോകമാണ് സഹോദരന്മാരെ. മുനാഫിക്കുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല, പരലോകത്ത് കാണും. നിഫാക്കാണത്. 2 നിലപാട് പാടില്ല. അവനവൻ വരും ഹോസ്പിറ്റലിൽ പോകും, ബാക്കിയുള്ളവർക്ക് ജിന്ന് ചികിത്സയും ചെയ്യും. അത് ഒരുതരം നിഫാക്കാണ് സഹോദരന്മാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾ ചികിത്സ തേടി പോയിക്കൊള്ളുക. ദുനിയാ കാര്യത്തിൽ ഞാൻ എനിക്ക് വിവരമില്ല. വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിക്കണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ് സഹോദരന്മാരെ. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സൂറത്തു നഹ്ലിലെ 43-ാമത്തെ വചനം. വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിക്കണം. ഒരു അപസ്മാരം വന്നാൽ ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. മാനസിക രോഗം വന്നാൽ ഒന്നുകിൽ സൈക്യാട്രിസ്റ്റിന് പോകണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രമേ കൗൺസിലിംഗ് ചെയ്യാം. ഈ പണ്ഡിതന്മാർക്കൊക്കെ എന്ത് ധൈര്യമുണ്ട് സഹോദരന്മാർ ചികിത്സ ഡയഗ്നോസ് ചെയ്യാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി വന്നപ്പോൾ ഒരു സുന്നി സഹോദരൻ, ഒരു മകൾ 3-4 ദിവസം ഈ ചികിത്സയായിട്ട് പോയി. പെൺകുട്ടിക്ക് അപസ്മാരം വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻകഫലൈറ്റിസ് രോഗം, പെൺകുട്ടി അങ്ങ് മരിച്ചു. ഇനി നമ്മുടെ എനിക്കറിയില്ല, നമ്മുടെ പണ്ഡിതന്മാരെ തുടങ്ങും എനിക്കറിയില്ല. ദയവ് ചെയ്ത് 12-13 കൊല്ലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നത്. നമ്മൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഹിസ്റ്റീരിയ ആണോ, അപസ്മാരാണോ, ബ്രെയിൻ ട്യൂമർ ആണോ. സ്കാനൊക്കെ എടുക്കേണ്ടി വരും, എന്നാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ പണ്ഡിതന്മാർക്ക് എന്ത് ധൈര്യമുണ്ട് MBBS ഇല്ലാത്ത അസുഖം കണ്ടുപിടിക്കാൻ. ദയവ് ചെയ്ത് പോലീസ് പിടിച്ചുകൊണ്ടും ജയിലിലാക്കും. ജയിലിലാക്കിയാൽ ഒറ്റ ജിന്നും സഹായിക്കാൻ ഉണ്ടാവില്ല. സുപ്രീം കോടതിയിൽ സ്വഹിയായ ഹദീസ് കാണിച്ചിട്ട് രക്ഷപ്പെടില്ല. ഈ ദുനിയാവിൽ തന്നെ പ്രാസംഗന്മാരെ നിന്ദ്യരാക്കിയിട്ടാണ് അള്ളാഹ് വിടുന്നത്. ക്ഷമിക്കണം സഹോദരന്മാർ, ഞാൻ പറയുന്ന പേരൊന്നും പറഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാസംഗികന്മാരെ ഈ ഭൂമിയിൽ മരിക്കുന്നതിനായിട്ട് മുമ്പന്നെ പേര് കുഴിച്ചു മൂടപ്പെടുന്നുണ്ട്. പണ്ഡിതന്മാരുടെ ലക്ഷണം എന്താ അറിയോ? അവർ മരിച്ചു കഴിയുന്നവരും അവരുടെ പേര് വർദ്ധിച്ചു വരും. അവരുടെ ഗ്രന്ഥങ്ങൾ കാരണം.
അവരൊരുപാട് മെനക്കെട്ടിട്ട് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് പോലും അമാനി മൗലവി റഹ്മഹുല്ല നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? വലിയ സംവിധാനമാണ് ഈ കേരളത്തിന് സംവിധാനിച്ചിരിക്കുന്നത്. അതാണ് പാണ്ഡിത്യം. ഇന്ന് പ്രസംഗന്മാരെ ചപ്പും ചവറും പോലെ ഒരുപാടുണ്ട് സഹോദരന്മാരെ, ഞാൻ ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഇത് പറയുമ്പോൾ ഡോക്ടർ പ്രാർത്ഥനയ്ക്കെതിരെ ഒന്നുമല്ല, ഇത് രണ്ടും കൂട്ടിക്കലർത്തത് അത് ജൂതന്മാരുടെ സ്വഭാവ. പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. അത് എല്ലാം കഴിഞ്ഞപ്പോ പ്രാർത്ഥിക്കാനല്ല, തുടക്കത്തിൽ പ്രാർത്ഥിക്കണം, നടുവിൽ പ്രാർത്ഥിക്കണം, എപ്പോഴും അള്ളാഹിനടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാനും എന്റെ ഭാര്യ കോളേജിൽ കയറുന്ന തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അല്ലാഹുമ്മ റബ്ബന്നാസി ഇദ്ഹബൽ ബാസി, റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണം നമ്മൾ കാണുന്ന രോഗികളൊക്കെ. പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. ഇന്നിപ്പോ എന്താ, അലോപ്പതി കഴിഞ്ഞ് ഹോമിയോപ്പതി കഴിഞ്ഞ് നാച്ചുറോപ്പതി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റുഖിയ ശറിയ ചെയ്യാം. വല്ലാത്തൊരു മോശമാണ് സഹോദരന്മാർ, ദയവ് ചെയ്ത്. ഇതൊരു ഭാഗത്ത് ട്യൂഷനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രൊഫഷൻ, ഡോക്ടർ പ്രൊഫഷൻ വളരെ മോശപ്പെട്ടായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ 2 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ ചോദിച്ചു, ഡോക്ടർ ഈ പ്രായമുള്ള എൻ്റെ ഭാര്യ ഓപ്പറേഷൻ ചെയ്യണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം വെറുതെ ചെയ്യണ്ട, ഓപ്പറേഷന് പോകണ്ട. അതനുസരിച്ചില്ല. അവസാനം ഓപ്പറേഷൻ ചെയ്ത് 3 മാസം വിവിധ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് 30 ലക്ഷം ചെലവായിട്ട് ആ ഉമ്മ മരിച്ച് സഹോദരന്മാരെ. വിശ്വാസമില്ല. ആലോചിച്ച് നോക്ക് സഹോദരന്മാര്. ഇന്നെനിക്ക് ഡോക്ടർ പ്രൊഫഷനോട് എനിക്ക് പുച്ഛം തോന്നിയ സംഭവം എന്താ അറിയോ? ഈ അടുത്തൊരു മനുഷ്യൻ പറയാ, സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലില് ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടാക്കുന്ന എന്താ അറിയോ? അതിന്റെ പുറത്ത് ATM മെഷീനാ. ATM മെഷീൻ സഹോദരന്മാരെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പുറത്ത് ആദ്യം തന്നെ ATM മെഷീൻ ഉണ്ടാക്കി വെക്കും. അതുപോട്ടെ, അതിനെക്കാട്ടി ഏറ്റവും എനിക്ക് എന്നോട് തന്നെ ഉളുപ്പ് തോന്നിപ്പോയ സഹോദരന്മാരെ, ഡോക്ടർ പ്രൊഫഷൻ ഇത്രയും നീചമാക്കിയല്ലോ റബ്ബേ എന്ന് ആലോചിക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗോൾഡ് വായ്പ ഉണ്ടാവും പോലും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാലേ നമ്മൾക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മുടെ 2-3 വള അങ്ങ് കൊടുക്കുക. ചിലപ്പോൾ 1 ലക്ഷം തരും. അസുഖമൊക്കെ മാറിയിട്ട് 2 മാസം കൊടുക്കുമ്പോൾ 2 ലക്ഷമായിട്ട് പലിശ സഹിതം കൊടുത്താൽ മതി. ഗോൾഡ് വായ്പ ഉണ്ട് സഹോദരന്മാരെ കോഴിക്കോട്. വല്ലാത്തൊരു ദുരന്തമാണ്. ഞാൻ എപ്പോഴും ആലോചിച്ച് പഠിച്ചോനെ, 2 ജോലി വളരെ മഹത്വമേറിയ ജോലിയാണ്. ഒന്ന് ദഅവത്ത്, 2 നമ്മുടെ രോഗികളെ ചികിത്സിക്കുന്ന ജോലി ഡോക്ടർമാരുടെ. ഇത് 2ഉം ഇന്ന് വല്ലാണ്ട് മോശമായി സഹോദരന്മാരെ. 2ഉം ഇന്ന് യഥാർത്ഥത്തിലെ ഗാന്ധിജീനെ കാണുമ്പോൾ സുജൂദ് ചെയ്യുന്ന ആൾക്കാരായി പോയി. ക്ഷമിക്കണം, ഗാന്ധിജി പറഞ്ഞല്ലോ, ഗാന്ധിജി വളരെ ലളിതമായിട്ടാണ് ജീവിച്ചത്. മെഹറത്തിന്റെ കുപ്പായം ഒരു തുണിയിട്ടിട്ട് അദ്ദേഹം ജീവിച്ചത്. പക്ഷെ ഗാന്ധിജിന്റെ നോട്ടുകൾ കാണുമ്പോൾ 2 പ്രൊഫഷനും നശിച്ചു തുടങ്ങി സഹോദരന്മാരെ. ഒരു കുട്ടി MBBS കഴിഞ്ഞിട്ട് ചോദിക്കാനുണ്ടോ? ഞാൻ ചോദിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിച്ച കുട്ടീനാണ്. ചോദിച്ചു, മോനെ MBBS കഴിഞ്ഞിട്ട് എന്താ? അപ്പോൾ കല്യാണത്തിന് എന്താ ചോദിക്കാൻ പോകുന്നറിയോ? 1 ഓടി, 1 കോടി, 1 MD. ഞാൻ ഒരു ഉളുപ്പില്ലേ കുട്ടി, എന്തിനാ പിന്നെ പഠിച്ചത്? പുരുഷനാണെന്ന് പറയാൻ എനിക്ക് ഓടി എന്താ മനസ്സിലായില്ല. പിന്നെ ചോദിച്ചറിഞ്ഞപ്പോൾ അതൊരു കാറിന്റെ പേരാ. ഓടി, 1 കോടി, 1 MD പുരുഷന്മാർ ചോദിക്കുന്നത്. ഗുണം പിടിക്കില്ല. അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം. മറ്റൊരുടെ ഏത് അന്യരുടെ മുതൽ നമ്മൾ തിന്നാൽ നമ്മൾക്ക് ഗുണം പിടിക്കില്ല. ഒന്നെങ്കിലും മക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മക്കൾ ക്യാൻസർ പിടിച്ച് മരിച്ചുപോകും, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് പോവും, കള്ളം കട്ടുകൊണ്ടുപോകും, നമ്മളെന്നെ നശിച്ചു തീരും, അയാൾ കള്ളുകൂടിയുണ്ടാവും, നശിക്കും സഹോദരന്മാരെ. ഒരു ഡോക്ടർ ശ്രദ്ധിച്ചു, ഇവിടെ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ നമ്മളൊരു മരുന്ന് എഴുതുക. ഇത് പാവപ്പെട്ട പേഷ്യന്റാണ്, എനിക്ക് വിലയേറിയ മരുന്ന് ഞാൻ എഴുതുന്നു. എന്തുകൊണ്ട്? എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, റപ്പുമാര് ഗിഫ്റ്റ് കൊണ്ടുവന്നേ, റപ്പുമാര് ടൂർ കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കിടക്കട്ടെ ഈ പാവപ്പെട്ട മനുഷ്യന് മരുന്ന്. അല്ലാഹുവാണ്, ഞാനും നിങ്ങളും എത്ര നോമ്പ് വെച്ചാലും തഖ്വ കിട്ടില്ല സഹോദരന്മാരെ. എഴുതിക്കൊണ്ടേയിരിക്കുക, പേഷ്യൻസ് കൂടിക്കൊണ്ടേയിരിക്കും, പക്ഷെ അള്ളാഹു അനുഗ്രഹിക്കില്ല, പിടിക്കും ഒരു ദിവസം. അതുകൊണ്ട് ദയവ് ചെയ്ത് മരുന്നുകളൊക്കെ എഴുതുമ്പോൾ ആവശ്യമുള്ള മരുന്ന് എഴുതാം. പാവങ്ങൾക്ക് വില മേടിക്കാൻ പറ്റില്ല, വില കുറഞ്ഞ മരുന്നുകൾ എഴുതാം. വളരെ നല്ല സമ്പന്നരാണെങ്കിൽ നല്ല മരുന്ന് എഴുതിക്കോളൂ. ദയവ് ചെയ്ത് നമ്മൾ ഒരു കമ്പനീന്റെയും റപ്പിന്റെയും അടിമകളാവരുത്. അതൊരു ഡോക്ടർമാരുടെ വശം. ഇനി നിങ്ങൾക്ക് ഇനി പറയാനുള്ളത്, ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൽ ചികിത്സ എന്ന് പറയുന്നത് ഫർള് അല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ, ഇസ്ലാമിൽ ചികിത്സ എന്നത് ഫർള് അല്ല. ഒരിക്കലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ അപസ്മാര രോഗിയായിട്ട് വന്നു. അപ്പൊ നബി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഈ അസുഖം മാറും, ഞാൻ പ്രാർത്ഥിച്ചില്ല നീ ക്ഷമിക്കുകയാണ് നിനക്ക് നല്ലത്, കൂടുതൽ ഉത്തമം. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ശരി നബിയെ, എനിക്ക് അസുഖം മാറണ്ട, അപസ്മാരം മാറണ്ട, എന്റെ നഗ്നത വെളിവാവുന്ന അപസ്മാരം വരുമ്പോൾ അതൊന്ന് മാറ്റി തന്നാൽ മതി. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശരി ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം പിന്നെ സ്ത്രീക്ക് നഗ്നത വെളിവായില്ല, പക്ഷെ അപസ്മാരം ഉണ്ടായിക്കൊണ്ടേയിരുന്നുണ്ട്. ഇത് ഒരു ഹദീസ്. ശരി, രണ്ടാമത്തെ വേറൊരു ഹദീസിന്റെ നേരെ വിപരീതമായിട്ട് നമുക്ക് കാണാം. ഒരിക്കലും ഒരു സഹാബി അസുഖം പിടിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിരിക്കുക. അപ്പൊ നബി ചോദിച്ചു, നീ എന്താ ചികിത്സിക്കാത്ത? അപ്പം സഹാബി പറഞ്ഞു, ഇല്ല നബി, എനിക്ക് വേണ്ട, ഞാൻ ചികിത്സിക്കുന്നില്ല, അള്ളാഹ് എന്നെ ശിക്ഷിച്ചോട്ടെ, എന്റെ പാപങ്ങളെല്ലാം പൊറുത്തോട്ടെ. നബിക്ക് ദേഷ്യം പിടിച്ചു പറഞ്ഞു, നീ അങ്ങനെ ആവരുത്,
നിനക്കും എനിക്കും അള്ളാഹുവിന്റെ ശിക്ഷ താങ്ങാൻ പറ്റില്ല, നീ പോകണം. ഇസ്ലാമിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, രണ്ട് ലോകം എനിക്കും നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ചികിത്സിക്കൂ, പോയി ചികിത്സിക്കൂ, പ്രാർത്ഥിക്കൂ, അള്ളാഹു ശിഫയാക്കി തരട്ടെ. ഇപ്പൊ രണ്ടും ഇസ്ലാമിലുണ്ട്. അപ്പം ചികിത്സിക്കാം, ചികിത്സിക്കാതിരിക്കാം. ചികിത്സിക്കണം എന്നുള്ളത് ഫർളല്ല. ഇതെന്തുകൊണ്ടെന്നാണ് ഞാൻ പറയുന്നത് വെച്ചാല്, ഇന്ന് വാർദ്ധക്യത്തിനൊരു രോഗമാക്കി മാറ്റി. പ്രസവം ഒരു രോഗമായപ്പോൾ തന്നെ വാർദ്ധക്യം ഒരു രോഗം. ഒരു പ്രായമായി കഴിഞ്ഞാൽ സഹോദരന്മാരെ കുറച്ച് മുട്ടുവേന, ഊരവേന, ഓർമ്മക്കുറവ്, 2-3 ദിവസം കൂടുമേ വയറ്റിന് പോകുള്ളൂ. ഇതിനൊന്നും ഡോക്ടർമാരെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറെ സമീപിച്ചതിന് ഉടനെ എന്താ സംഭവിക്കുക? ഡോക്ടർമാർ എഴുതി തുടങ്ങും മരുന്നോണ്ട് മരുന്ന്. എഴുതി 5 മരുന്ന്. ഈ മരുന്ന് കഴിച്ച് വയറ്റിലെ പുണ്ണ്, വയറ്റിലെ പ്രശ്നം, നാവിലെ പുണ്ണ്, ടേസ്റ്റ് ഇല്ല. ദയവ് ചെയ്ത് കണ്ടിന് ചെറുതിനൊക്കെ ദയവ് ചെയ്ത് ഗുളിക കഴിക്കരുത്. ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഇന്ന് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യന്റ് ICUയിൽ കിടക്കുക, ക്യാൻസർ ബാധിച്ച് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത്. ഞാൻ എപ്പോഴും രോഗികൾക്ക് പറയും, ദയവ് ചെയ്ത് ഈ ക്യാൻസർ മാറാ രോഗം, ക്യാൻസറുകള് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ദയവ് ചെയ്ത് ചികിത്സിക്കല്ലേ, ചികിത്സിക്കരുത് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ പരീക്ഷണം വളരെ ലഘുവായിരിക്കും. പാവം റബ്ബ് ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും നിങ്ങളും ചികിത്സിച്ച് മോശമാക്കും. എന്റെ ഈ ഉമ്മ ICUയിൽ കിടക്കുക, 1-2 മാസം ഇങ്ങനെ കിടക്കുക സഹോദരന്മാർ ICUയില്. ഈ ICUയിലെ കിടത്ത് അത്ര സുഖകരമൊന്നുമല്ല. നമ്മളത്ര ലഘുവായിട്ട് തോന്നും. നമ്മൾ ICUയിൽ കിടന്ന ആൾക്കാരുടെ രോഗിയായിട്ട് പുറത്തു നിന്ന് നോക്കണം. മനസ്സിങ്ങനെ ഓരോ സെക്കൻഡ് അല്ലാഹ് എന്താ സംഭവിക്കുക, ജീവനുണ്ടോ മരിച്ചോ. വല്ലാത്തൊരു ദുരന്തമാണ്. ഈ ICUയിൽ കിടക്കുന്ന സ്ത്രീയോ വല്ലാത്തൊരു ലോകമാണ്. അവിടെ ട്യൂബ്, ഇവിടെ ട്യൂബ്, ഇങ്ങനെ ചോപ്പ്, കുറെ സിസ്റ്റർമാർ, അപ്പത്ത് മരണം, ഇപ്പുറത്ത് മരണം. ബർസഖിയായ ജീവിതം പോലും അള്ളാഹു ഇത്ര ബുദ്ധിമുട്ടാക്കൂല സഹോദരന്മാരെ. മലക്കുൽ മൗത്തിന് ICUയിലൊക്കെ കയറാൻ പറ്റും. ദയവ് ചെയ്ത് എന്റെ ഈ ഉമ്മ പറയാ, മോനെ എനിക്കൊരു ഒറ്റ കുഴപ്പമേ ഉണ്ടായിട്ടുള്ളൂ, ഒറ്റൊരു കുഴപ്പം. എന്താ? കുറച്ച് സമ്പത്തുള്ള കുറച്ച് കുട്ടികളുണ്ടായി. ഇതേ വാക്കാ സഹോദരന്മാർ, എനിക്ക് കണ്ണീര് വന്നിട്ടുണ്ട് വല്ലാത്ത. ഞാനും ഭാര്യയും കയറിയപ്പോ എനിക്കൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ, കുറച്ച് സമ്പത്തുള്ള കുറച്ച് കുട്ടികളുണ്ടായിപ്പോ, അതുകൊണ്ട് ഞാൻ ICUയില്. ആലോചിച്ചോക്ക് സഹോദരന്മാരെ, എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? ഗൾഫിൽ നിന്ന് അങ്ങ് ഡ്രാഫ്റ്റ് അയച്ചിരും ലക്ഷക്കണക്കിന്, എടുത്തോ. ഈ പൈസയല്ല പ്രാധാന്യം, തടികൊണ്ടെത്തണം. ഇന്ന് തടികൊണ്ടെത്താൻ ഇവിടെ ആൾക്കാരില്ല. കോളേജിൽ കാണേണ്ട സഹോദരന്മാര് പാവം പെണ്ണുങ്ങന്മാര്, അവർക്ക് വീട്ടിൽ 2 മക്കളും ഭർത്താവൊക്കെ ഉണ്ടാവും. ഇവിടെ ഉപ്പ കിടക്കുന്നു, ആരാ ഉണ്ടായിരുന്നേ? ഉപ്പനെ എങ്ങനെയൊക്കെയോ നോക്കി തള്ളി ഓരോ ദിവസം മാറ്റും. അവിടുന്ന് ഗൾഫിൽ നിന്ന് അപ്പത്തേക്ക് കിടക്കുന്ന എണീറ്റ് വരും, എന്നിട്ട് ICUയിൽ പിടിച്ച് കിടത്തും. എന്നിട്ട് ഒരു അന്തസ്സോടെ പറയും, ICU നിന്ന ഹോസ്പിറ്റൽ, ICU എന്നാ മരിച്ചേ. ദയവിച്ച് നിങ്ങൾക്ക് ആഗ്രഹം അങ്ങനെ ആഗ്രഹിച്ചു, എനിക്കറിയില്ല സഹോദരൻ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമികമായിട്ട് ഞാൻ പറയാം, ദയവ് ചെയ്ത് വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ മടിയിൽ, അങ്ങനെയുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ മടിയിൽ, അല്ലെങ്കിൽ പള്ളിയിൽ സുജൂദ് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കത്ത് ഉംറ ചെയ്യുമ്പോൾ നല്ല അന്തസ്സോടെ ഈമാനോടെ ഇബാദത്ത് ചെയ്യുമ്പോൾ മരിച്ചു പോകണമെന്ന് നിയത്ത് ചെയ്യുക സഹോദരന്മാരെ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അള്ളാഹ് അവിടെ എത്തിച്ചു തരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ICU ഒന്ന് കിടന്ന് മരിക്കാതെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും. ദയവ് ചെയ്ത് ആഗ്രഹിക്കണം വീട്ടിൽ നിന്ന് അന്തസ്സോടെ. ഒരിക്കല് എൻ്റെ സഹോദരന്മാരെ, സുഹൃത്ത് കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം ക്യാൻസറായിട്ട് പിടിപെട്ടു. അവസാന സ്റ്റേജിലായിട്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ഡോക്ടർമാർ തീരുമാനിച്ചു, വേണ്ട, വീട്ടിൽ തന്നെ കിടക്കട്ടെ. 12:30 തൊട്ട് 2:30 വരെ, ജൂൺ 1, 2014 സഹോദരന്മാര്, അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഷാൻ ഭായ് അടുത്തന്നെ നിൽക്കുക, കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുക. 2 മണിക്കൂർ സഹോദരന്മാരെ കലിമ ചൊല്ലിക്കൊണ്ടേയിരുന്നു. എവിടുന്നോ ധൈര്യം കിട്ടി. എനിക്കറിയാം, എന്റെ വളരെ അടുത്ത സുഹൃത്താ, എവിടുന്നോ ധൈര്യം കിട്ടി. അള്ളാഹുവേ, എനിക്കറിയില്ല, ഇപ്പം തന്നെ എനിക്ക് ഭയമാണ് അങ്ങനത്തെ ഒരു രംഗം ആലോചിക്കുമ്പോൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ഞാൻ എൻ്റെ മോനെ ഉറക്കുന്ന പോലെ, തൊട്ടിൽ ഉറക്കുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോൾ വലിയൊരു ആശ്വാസം, നല്ല ഉറക്കത്തിലേക്ക് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സഹോദരന്മാരെ, ദുനിയാവിലെ ഏറ്റവും വലിയ റുഖയ ഉണ്ട്, മന്ത്രമുണ്ട്. റുഖയ ശറയ എന്ന് പറഞ്ഞത് സത്യം അസത്യം കൂട്ടിച്ചേർത്തലായിപ്പോ. ഏറ്റവും വലിയ റുഖയ മന്ത്രം എന്താ ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും മരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൊല്ലിക്കൊടുക്കുക, അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും. നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി അനുഭവത്തിൽ പറയാണ്. ഒരു മുജാഹിദ് സംഘടനയുടെ ഏറ്റവും വലിയ പ്രസിഡന്റ്, ഞാൻ പേര് പറയുന്നില്ല, സംഘടനയുടെ പ്രസിഡന്റ് എന്റെ പേഷ്യന്റ് റൂമില് ശ്വാസം വിട്ടു നിന്ന് മരിക്കാൻ പോലെ അവസാനത്തെ ശ്വാസം. ഞാൻ പറഞ്ഞു, മൗലവി എനിക്കൊന്നും അറിയാം, എനിക്ക് മെഡിക്കൽ ബുദ്ധി അങ്ങനെ പോയി, എന്താ ചെയ്യേണ്ടെന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല്. അദ്ദേഹത്തിന് ചെല്ലാൻ പറ്റുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല് മൗലവി, ചെല്ല്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയപ്പോൾ അവസാനം അദ്ദേഹത്തിന് ആ ശ്വാസം കിട്ടി. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് മടക്കി ജീവൻ കൊടുത്തു. സഹോദരന്മാരെ, അല്ലാഹ് ഇതൊക്കെ ഞാൻ അനുഭവം വെച്ച് ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് കാണും.
അദ്ദേഹത്തിന് ഗ്ലൂക്കോസ് കുറഞ്ഞതായിരുന്നു, അദ്ദേഹത്തെ വീണുപോയി. അവസാനം നമ്മൾ കാരക്കയും വെള്ളമൊക്കെ എണീറ്റപ്പോൾ കൊടുത്തു. അൽഹംദുലില്ലാ ഇപ്പോഴും അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആഫിയത്തും ഇട്ട് കൊടുക്കട്ടെ. ഇതൊക്കെ അനുഭവമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ റുഖയ. വീട്ടിൽ നിന്ന് നിങ്ങൾ നല്ല സമയത്ത് നല്ല ഈമാന്റെ അവസ്ഥ നല്ല സ്ഥലത്ത് നല്ല കർമ്മം ചെയ്യുമ്പോൾ മരിക്കാൻ അള്ളാഹു നമ്മളെ തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കണം, മരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ തയ്യാറെടുപ്പ് എടുക്കണം. ഇന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം. ഒരുപാട് മരണം കാണുന്ന വ്യക്തിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിസിനിലെ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഏറ്റവും എല്ലാവരും മരിക്കാനായാലും അവിടെ ഇട്ടിട്ടാ പോവാ. എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റും മെഡിസിൻ ഇട്ടിട്ടാ പോവാ. അപ്പോൾ ഏറ്റവും കൂടുതൽ മരിക്കാൻ ഭയമുള്ള ഉമ്മത്ത് ഏതാ ചോദിച്ചാൽ ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, നിരീശ്വരവാദികളല്ല, കള്ളുകുടിയന്മാരല്ല. ഏറ്റവും കൂടുതൽ മരിക്കാൻ ഭയമുള്ള ഉമ്മത്ത് എന്റെയും നിങ്ങളുടെയും മുസ്ലിം ഉമ്മത്താണ് സഹോദരന്മാരെ. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഹൻ പിടികൂടും, മരണഭയം പിടികൂടും. ഇതിനർത്ഥം മരിക്കണേ 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 വേണ്ടി തേടാൻ ഇസ്ലാമിലില്ല. മരണം കൊതിക്കണം ആഗ്രഹിക്കണം എന്ന് ഇസ്ലാമിലില്ല. പക്ഷെ മരണം അടുത്തെത്തിയാൽ പോലും ഭയം, ഒട്ടിപ്പിടിച്ച് നടക്കും. വെന്റിലേറ്റർ ഇട്ടേക്കാം, ഐസിയുലേക്ക് കൊണ്ടുപോകാം, എല്ലാം. എവിടെ മരിക്കാൻ തയ്യാറല്ല. നല്ലൊരു യാത്രയാക്കണം സഹോദരന്മാരെ. മരണം ഒരു ആഘോഷമാക്കണം. ഇൻഷാ അല്ലാഹ് പറ്റും. മരിക്കുന്ന സമയത്ത് ചിരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നു. ബിലാൽ റളിയല്ലാഹു അങ്ങനെ ചിരിച്ചിട്ടാ പോയത്. അതിനെന്ത് വേണമറിയോ? ജീവിക്കുമ്പോൾ അള്ളാഹിനോർത്ത് ഭയപ്പെട്ട് കരയണം. പടച്ച റബ്ബാണ് സത്യം സഹോദരന്മാരെ. ജീവിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെട്ട് കരഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മരിക്കുമ്പോൾ അന്തസ്സോടെ ചിരിച്ചോണ്ട് എന്റെ റബ്ബിനെ കാണാൻ പോകുന്ന സന്തോഷത്തോടെ പോകാൻ പറ്റും സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ്. ഉറപ്പ്. സഹാബാക്കളുടെ ചരിത്രം എങ്ങനെയാ? ഭയപ്പെടണം ജീവിക്കുമ്പോൾ. ആരോഗ്യമുള്ളപ്പോൾ ഭയപ്പെടുമ്പോൾ, രോഗമുള്ളപ്പോൾ പ്രതീക്ഷ കിട്ടും സഹോദരന്മാരെ. മരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും നമ്മൾക്ക്. ഇന്ന് നമ്മൾക്ക് അങ്ങനെയല്ല. മരിക്കുമ്പോൾ വല്ലാത്തൊരു ഭയപ്പാടാണ് നമ്മൾക്ക്. ഇനി നിങ്ങൾ നോക്ക്, മരണത്തിന് പോലും ഇസ്ലാമിന് ഒരു മധ്യമ നിലപാട് നിങ്ങൾക്ക് പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചതാ, പഠിച്ച റബ്ബേ ആകസ്മികമായ മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണം. റഹ്മാൻ റബ്ബ് നമ്മളെല്ലാവരെയും പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പത്രത്തിൽ പോലും കാസർഗോഡിൽ ഒരു കുടുംബം 6 പേര് ഒറ്റയടിക്ക് മരിച്ചു പോവുക സഹോദരന്മാരെ. പെട്ടെന്നുള്ള മരണം. ഒരു സുപ്രഭാതത്തിൽ നടന്നു പോകും പെട്ടെന്നൊരു മരണം. ഒരു ഇസ്തിഗ്ഫാർ കൂടി ചെയ്യാൻ പറ്റില്ല. മനസ്സിന് തയ്യാറെടുപ്പ് ഉണ്ടാവില്ല. കുറച്ച് തയ്യാറെടുപ്പ് നല്ലതാണല്ലോ. ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പായിട്ട് എന്റെ റബ്ബിനെ കാണാൻ പോകുന്നുണ്ട് ഞാൻ. നല്ലൊരു ആശ്വാസമല്ലേ സഹോദരന്മാരെ? ഈ 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ സന്തോഷിച്ചുകൊള്ളുക. നിങ്ങളുടെ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ് എത്ര ആൾക്കാർ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്റെ റബ്ബിനെ കാണാൻ പോവുക. ഇത്രയും നാള് ഗൈബ് അദൃശ്യമായി എന്റെ റബ്ബിനെ കാണാൻ പോവാ. റബ്ബിനെ കാണാൻ ഒരു സാധനം തടസ്സുള്ളൂ, എന്റെ ജീവൻ. അപ്പൊ മരണം വരുത്തേനെ എന്റെ റബ്ബിനെ കാണാൻ പോവാ. ആലോചിക്ക് സഹോദരന്മാരെ, എന്തുകൊണ്ട് നമുക്ക് അങ്ങ് സന്തോഷിച്ചോടാ? അപ്പൊ പെട്ടെന്നുള്ള മരണമാകുമ്പോൾ നമ്മൾ തയ്യാറെടുപ്പ് ഉണ്ടാവില്ല, ഒരു ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഉണ്ടാവില്ല, ഒരു ഈമാനികമായി നമ്മൾ ഏത് ലെവലിലാണ് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചത് ആകസ്മികമായ മരണത്തെ തൊട്ട് റഹ്മാൻ റബ്ബേ നീ കാത്തുരക്ഷിക്കണേ. മറിച്ച് കലാകാലം വർഷങ്ങളായാലും കിടപ്പിലാവുന്ന രോഗികളുണ്ട് സഹോദരന്മാരെ. വലിയൊരു ദുരന്ത, വലിയൊരു പരീക്ഷണ. റഹ്മാൻ അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കൃത്യമായിട്ട് മാതൃകയാണ് സഹോദരന്മാരെ. മാതൃക എന്ന് പറയുമ്പോൾ മരണത്തെ എന്നെയും നിങ്ങളുടെ കയ്യിലല്ല, നമ്മുടെ കൺട്രോളില്ല. നമ്മളെല്ലാവരും മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എപ്പോഴും എവിടെ വെച്ച് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ മരിച്ച സഹോദരന്മാരെ? ഒരു ദിവസം പനിച്ചു, 2 ദിവസം വളരെ ക്ഷീണിതനായി. അബൂബക്കർ സിദ്ദീഖിനെ എടുത്തു കൊണ്ടുപോയി നിസ്കരിക്കാൻ നോക്കി, പറ്റുന്നില്ല, മടങ്ങി വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിർത്തി ഇമാമായിട്ട്. 1, 2, 3 ദിവസം അത് കൂടി വന്നു. ആയിഷ റളിയല്ലാഹു അടുത്ത് വന്നു, അവിടെ മടിയിൽ കിടത്തി. അല്ലാഹു റഫീഖുൽ ആല, എൻ്റെ ഉന്നതനായ സഹോദരൻ്റെ അടുത്ത് ഞാൻ പോകുന്നു, എൻ്റെ ഉന്നതനായ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ അതൊരു ദിവസങ്ങളോളം തയ്യാറെടുപ്പെടുത്ത് അള്ളാഹനെ കാണാൻ പോകുന്നത്. നല്ലൊരു ഭാഗ്യ സഹോദരന്മാരെ അങ്ങനത്തെ മരണം. അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക സഹോദരന്മാരെ. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, മരിക്കും എന്ന് ഉറപ്പാണ്, ഇന്ന് മരിക്കും, എന്താണ് മാറ്റം ചോദിച്ചു. ഇന്ന് ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഞാൻ എല്ലാ ദിവസവും എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കും, ഒരു തഹജ്ജുദ് 3 5 നിസ്കരിക്കും, സുബഹി ജമാഅത്തിന് പോവും, ഖുർആൻ ഓതും, രാവിലത്തെ അദ്കാറുകൾ ഓതും, അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിക്ക് പോവും, ആത്മാർത്ഥ ജോലി ചെയ്യും, ലൊഹർ എഴുതി പള്ളിയിൽ നിന്ന് നിസ്കരിക്കും, മടങ്ങി വന്ന് കുറച്ച് കിടന്നുറങ്ങും, അസറിന് പോവും, അതിനുശേഷം പേഷ്യൻസ് സാമൂഹ്യ പ്രവർത്തന ദാവത്തൊക്കെ ചെയ്യും, മഗ്രിബ് ജമാഅത്തായിട്ട് മടങ്ങി വരും, വീട്ടിൽ വരും, മക്കളെ കൂടെ കൂടും, ഏഷാ ജമാഅത്തിന് പോവും, അതിനുശേഷം ദിക്ർ ചൊല്ലി കിടന്നുറങ്ങും. മരിച്ചു പോയിക്കോട്ടെ സഹോദരന്മാരെ, എല്ലാ ദിവസവും ഇങ്ങനെ നമുക്ക് ആക്കാൻ പറ്റണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കാൻ ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂറത്തുൽ മാഇദയിലെ 32, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ് ജമീഅ. ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ ഒരു മനുഷ്യ സമുദായത്തിനെ മൊത്തം രക്ഷിച്ച പോലെയാ. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ, അവയവദാനത്തിന് ഇന്ന് മുസ്ലിം ഉമ്മത്ത് വളരെ പിന്നോട്ടാണ്.
നമ്മൾ മുനാഫിക്കുകളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് കരൾ വേണ്ടി വന്നാൽ, എൻ്റെ മോന് കിഡ്നി വേണ്ടി വന്നാൽ, എനിക്ക് കണ്ണിൻ്റെ ആവശ്യം വന്നാൽ, ഏത് മുശ്രിക്കായിട്ട് ഏത് ലോകത്തിൽ ഏത് മനുഷ്യനെയും പോയിട്ട് ഇങ്ങോട്ടേക്ക് വാങ്ങും സഹോദരന്മാരെ. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കണക്ക് പ്രകാരം അവയവങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നത് 50% മുസ്ലിങ്ങളാ. അവയവദാനം പറയുമ്പോൾ അതിന് പണ്ഡിത ഫത്വ വേണം. മരിച്ചു കഴിഞ്ഞാൽ അത് മോശമാക്കോ? 0% അവയവദാനത്തിനുള്ളത്. നമ്മൾ മുന്നിട്ടിറങ്ങണം സഹോദരന്മാരെ. മരിച്ചു പോവുകയല്ലേ, നമ്മളെ പുനഃസൃഷ്ടിക്കും അല്ലാഹു. എല്ലാ അവയവങ്ങളും പുനഃസൃഷ്ടിക്കും. പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അവയവദാനം ചെയ്യാം മരിച്ച ശേഷം. സൗദിയിൽ പോലും പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു സഹോദരന്മാരെ. അതിന് ദയവ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ മുന്നോട്ടിറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിച്ചവരെ അല്ലാഹു ഒരുപാട് സഹായിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ദുആകൾ കബൂലാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് മരിച്ചവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബ് രോഗികൾക്ക് രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇണകളില്ലാത്തവർക്ക് സ്വാലിഹായ ഇണയെ എത്തിച്ചു കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് സന്താനമില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനത്തെ എത്തിച്ചു കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവർക്ക് 2 ലോകത്തിനും ഉപകാരപ്പെടുന്ന ഇസ്സത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും മരണം വരെ ഏറ്റവും നല്ല ആഫിയത്ത് വരെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകിയിട്ട് റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരുടെയും ഖബർ ജീവിതം വിശാലമാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഉയർത്തേൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യവാന്മാരിൽ കൂട്ടി അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ഗ്രന്ഥം വലത് കയ്യിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിചാരണ ലഘുവാക്കി തരുമാറാകട്ടെ. എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ഇതേ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ദർശിക്കാൻ, അള്ളാഹുവിനെ കാണാനുള്ള മഹാസൗഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന വലംനാ അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പിരിവിനെ പറ്റി ദയവേത് മറക്കരുത്. പിന്നെ ഒരു ചെറിയ പുസ്തകം അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്.